പ്രിയപ്പെട്ടവരെ, യുക്തിവാദി സംഘം പാലക്കാട് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ വീണ്ടും സഹോദരനെ പറ്റി സംസാരിക്കാനാണ് എൻ്റെ നിയോഗം. സഹോദരനെ പറ്റി വീണ്ടും സംസാരിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്ന് ഞാൻ കരുതുന്നു. മുമ്പ് സഹോദരനും ഗാന്ധിയും എന്ന വിഷയത്തിൽ അരുൺ ഡോക്ടർ സംഘടിപ്പിച്ച പരിപാടിയിൽ തന്നെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും എന്തുകൊണ്ട് സഹോദരൻ എന്ന് ചോദിച്ചാൽ, സഹോദരനെ പറ്റി, പ്രത്യേകിച്ച് സഹോദരൻ്റെ കവിതകളെ പറ്റി നാം പറയേണ്ടതുണ്ട്. അത് സഹോദരനോടുള്ള ഒരു ആദരവ് കൂടിയാണെന്ന് കരുതുന്നു. കാരണം തൻ്റെ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് താൻ പ്രവർത്തിക്കാൻ വരുന്ന സമയത്ത് അന്നത്തെ സാമൂഹ്യ സാഹചര്യം അനുസരിച്ച് ഇനിയും നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും മാറാൻ സാധിക്കില്ല എന്ന് ഉറപ്പുള്ള വ്യവസ്ഥിതികൾക്കെതിരെയാണ് സഹോദരൻ കലഹിച്ചു തുടങ്ങിയത്. ഒരു ഭക്ഷണശാലയിൽ കയറി അവിടുത്തെ മേശയിൽക്ക് ചുറ്റുമുള്ള കസേരയിലിരുന്ന് ജാതിയോ മതമോ നോക്കാതെ ആളുകൾ ഭക്ഷണം കഴിക്കുമെന്ന് സഹോദരൻ്റെ ബാല്യത്തിൽ ചിന്തിക്കാൻ സാധിക്കില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൗമാരത്തിലും ചിന്തിക്കാൻ സാധിക്കില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ യൗവനത്തിലും സാധിക്കില്ലായിരുന്നു. അപ്പോഴാണ് സഹോദരൻ മിശ്രഭോജനവുമായി രംഗത്തിറങ്ങുന്നത്. ഇന്ന് നമ്മൾ ജാതിയോ മതമോ നോക്കാതെ അപ്പുറത്തിരിക്കുന്ന ആളെപ്പറ്റി ആശങ്കയില്ലാതെ ഭക്ഷണം കഴിക്കുക, ഒരു പൊതു ഇടത്തിൽ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് ഒരു വിപ്ലവ പ്രവർത്തനമാണ് എന്ന് ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. അങ്ങനെ ചിന്തിക്കാൻ പോലും സാധിക്കില്ലല്ലോ. അപ്പോൾ അതിനേക്കാൾ ഉപരി കുമാരനാശാനെ പോലെ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ നേതാവായിരുന്ന ഒരാളെ ഉപജാതിയിൽ താഴ്ന്നവനാണെന്ന കാരണങ്ങൾ കൊണ്ട് ഈഴവ സമുദായത്തിൽ തന്നെ ആഢ്യരായ ആളുകളുടെ വീട്ടിൽ സദ്യയിൽ നിന്ന് ഇറക്കിയിട്ട ഒരു നാടുകൂടിയായിരുന്നു കേരളമെന്ന് നമ്മൾ ഓർക്കണം. അപ്പോൾ സമുദായങ്ങൾക്കകത്ത് ആന്തരികമായും സമുദായങ്ങൾക്ക് പുറത്ത് ജാതീയമായ വിവേചനങ്ങൾക്കെതിരെയും അതിനേക്കാൾ എല്ലാം ഉപരിയായി രാഷ്ട്രീയമായും നമ്മുടെ നിയമനിർവ്വഹണ രംഗത്തും പൊതുമണ്ഡലത്തിൽ വ്യത്യസ്തങ്ങളായ ഇടങ്ങളിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ, സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ, വിപ്ലവകാരി എന്ന നിലയിൽ, സർവോപരി ശാസ്ത്രീയമായ ഒരു മനോവൃത്തി കൊണ്ടു നടന്ന ഒരു ധിഷണാശാലി എന്ന നിലയിലെല്ലാം സഹോദരൻ നമുക്ക് പ്രിയപ്പെട്ടവനാണ്. അങ്ങനെയുള്ള സഹോദരൻ തൻ്റെ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ ഈ തിരക്കുകളിൽ നിന്നും പൊതുപ്രവർത്തനത്തിൽ നിന്നുമെല്ലാം മാറി സ്വച്ഛമായ ഒരു ജീവിതം നയിച്ചിട്ടുണ്ട്. അവസാന ശ്വാസം വരെ അധികാരത്തിൽ തുടരണമെന്ന് ആഗ്രഹിച്ച ഒരു രാഷ്ട്രീയക്കാരനായിരുന്നില്ല. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെ തലപ്പത്ത് ജീവിതാന്ത്യം വരെ താൻ തുടരണമെന്ന് ആഗ്രഹിച്ചിട്ടുമില്ല. അപ്പോൾ താൻ ലക്ഷ്യം വെച്ച ലക്ഷ്യങ്ങളെല്ലാം നേടി ഒരു വിജയിച്ച ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക്, വിജയിച്ച ഒരു നേതാവ് എന്ന നിലയ്ക്ക് തന്നെയാണ് സഹോദരൻ കാലയവനികയ്ക്ക് ഉള്ളിലേക്ക് മറഞ്ഞു പോകുന്നത്. അങ്ങനെയുള്ള സഹോദരന് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ദുഃഖം ഉണ്ടായിരുന്നുവെങ്കിൽ ആ ദുഃഖം ഞാൻ ഒരു കവിയാണെന്ന് ആരും അംഗീകരിക്കുന്നില്ലല്ലോ എന്നതൊക്കെയായിരുന്നു. ബാക്കി എല്ലാത്തിലും പുള്ളി വിജയിച്ചിട്ടുണ്ട്. ധാരാളം കവിതകൾ എഴുതിയ ഒരാളായിട്ടും താൻ എന്തുകൊണ്ട് ഒരു കവി എന്ന നിലയിൽ സ്മരിക്കപ്പെടുന്നില്ല എന്ന് സഹോദരൻ പലപ്പോഴും അല്പം പരാതിയോടെ തന്നെയാവും. അതല്ലെങ്കിൽ വിമർശിക്കാനാണെങ്കിലും വേണ്ടില്ല, കുറ്റം പെടുത്താനാണെങ്കിലും വേണ്ടില്ല, ഈ കവിതയ്ക്ക് ഒരു സാഹിത്യ ഗുണവും ഇല്ല എന്ന് പറയാനാണെങ്കിലും വേണ്ടില്ല, എൻ്റെ കവിതയെപ്പറ്റി എന്താണ് നിരൂപകരാരും സംസാരിക്കാത്തത് എന്ന് സഹോദരൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്ന് സാനുമാഷ് എഴുതിയിട്ടുണ്ട്. അതിൽ അംഗീകാരം കിട്ടാനുള്ള ഒരു വ്യക്തിപരമായ അംഗീകാരം കിട്ടാനുള്ള ഒരു വ്യഗ്രതയായല്ല നമ്മളതിനെ കാണേണ്ടത്. കാരണം കവികളെപ്പറ്റി പൊതുവേ ഉള്ള വിമർശനം എന്ന് പറയുന്നത് കവികൾ യശപ്രാർത്ഥികളാണ്. യശസ് കിട്ടാൻ വേണ്ടി കവികൾ എന്തും ചെയ്യും. അപ്പോൾ ഒരാൾ കവിയാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബുദ്ധി കുറഞ്ഞ ആളുകൾ ആണ് ഈ രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ ഭരണാധികാരികളൊക്കെ ആയിട്ട് ശാശ്വതമായ കീർത്തി നേടാമെന്ന് ചിന്തിക്കുക എന്ന് കവികൾക്കറിയാം. കാരണം കവിയാണ് രാജാവിനേക്കാൾ നിലനിൽക്കുക. കാളിദാസനെ കുറിച്ച് പറയുന്ന സമയത്ത് കാളിദാസൻ ഏതോ രാജാവിൻ്റെ കൊട്ടാരത്തിലെ കവിയായിരുന്നു. ആ രാജാവ് ആരാണ്? ആ രാജാവിൻ്റെ കൊട്ടാരം എവിടെയാണ്? ആ രാജാവിൻ്റെ അപദാനങ്ങൾ എഴുതി വെച്ച ചുമരുകൾ ഇന്ന് എവിടെയാണ്? നമുക്കറിയില്ല. പക്ഷെ കാളിദാസനറിയാം.
അപ്പോൾ കാളിദാസൻ നിലനിൽക്കുകയും കാളിദാസനെ സൃഷ്ടിച്ച സാമ്രാജ്യങ്ങൾ തകർന്നു പോകുകയും ചെയ്തു. ഭരണാധികാരികൾ അങ്ങനെയാണ്, ഭരണാധികാരികൾ പെട്ടെന്ന് പറഞ്ഞു പോകും, സാഹിത്യകാരന്മാർ നിലനിൽക്കുക. അപ്പോൾ കവിതയിലൂടെ കൈവരുന്ന യശസ്, സാഹിത്യത്തിലൂടെ കൈവരുന്ന യശസ് മാത്രമാണ് ആത്യന്തികമായി കാലാതിവർത്തിയായി നിലനിൽക്കുക എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോഴും കാളിദാസൻ എന്ന് പറയുന്നത്, സുകുമാർ അഴീക്കോട് പറയും കാളിദാസൻ കാലത്തിൻ്റെ ദാസനാണ്, കാലം കാളിദാസൻ്റെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്നു. അപ്പോൾ കവികളായാൽ ഇങ്ങനെയുണ്ട്. നമ്മളിപ്പോഴും ഷേക്സ്പിയറെ പറ്റി സംസാരിക്കും, കവികളെപ്പറ്റി, കവിക്ക് ഇത്തരത്തിലൊരു പ്രശസ്തി കൈവരും. ഇത്തരത്തിലൊരു പ്രശസ്തി മോഹമല്ല സഹോദരനെ തൻ്റെ കവിതയെപ്പറ്റി ആളുകൾ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കാൻ കാരണമായിട്ടുള്ളത്. കാരണം ഇന്നിപ്പോൾ ഏറ്റവും വലിയ ഭാഗ്യാന്വേഷണത്തിൻ്റെ മേഖല കൂടിയാണ് സാഹിത്യം എന്ന് നമുക്കറിയാം. പുതിയ കാലത്ത് സാഹിത്യകാരന്മാർക്ക് വലിയ സാധ്യതകളാണ് തുറന്നിടുന്നത്. കാരണം സംസ്കൃതത്തിൽ പണ്ഡിതരാജ് ജഗന്നാഥൻ പറയുന്നൊരു കാര്യമുണ്ട്, ദില്ലീശ്വരോവ ജഗദീശ്വരോവ മനോരഥാൻ പൂരയിതും സമർത്ഥ അന്യർ നിർഭയ പരതീയമാനം ശാഖായ വാസ്യാൽ ലവണായ വാസ്യാൽ. അദ്ദേഹം പറയുന്ന കാര്യം, എന്നെ ഒന്നുകിൽ ജഗദീശ്വരൻ അനുഗ്രഹിക്കണം, അതല്ലെങ്കിൽ ദില്ലീശ്വരൻ്റെ പ്രീതി കിട്ടണം. ദില്ലീശ്വരൻ ഷാജഹാനാണെന്ന്. അപ്പോൾ ദില്ലീശ്വരൻ്റെ പ്രീതിയോ ജഗദീശ്വരൻ്റെ പ്രീതിയോ കിട്ടിയിട്ടേ കാര്യമുള്ളൂ. ബാക്കിയുള്ള രാജാക്കന്മാർ തരുന്നതെല്ലാം എന്ന് പറഞ്ഞാൽ അത് എനിക്ക് ഉപ്പിനും മുളകിനും തികയില്ല. ശാഖ പച്ചക്കറികൾ എന്ന് പറയുന്നത്, ശാഖ അതിന് വെച്ച പച്ചക്കറി, ലവണം, ഉപ്പ്. അപ്പോൾ എനിക്കത് ഉപ്പിനും പലചരക്കിനും തികയില്ല. കിട്ടുകയാണെങ്കിൽ ആരിൽ നിന്ന് കിട്ടണം? ജഗദീശ്വരനിൽ നിന്നോ ദില്ലീശ്വരനിൽ നിന്നോ കിട്ടണം. അപ്പോൾ ഇന്ന് ദില്ലീശ്വരൻ മോദിയാണ്. അപ്പോൾ മോദി ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം കിട്ടുന്ന രീതിയിൽ സാഹിത്യ പ്രവർത്തനമോ സാംസ്കാരിക പ്രവർത്തനമോ നടത്താനുള്ള വലിയ അവസരവും അതിലൂടെ കൈവരുന്ന താമ്രപത്രങ്ങളും നമ്മളുടെ സാംസ്കാരിക നായകന്മാരെയും സാംസ്കാരിക രംഗത്ത് മലയാളത്തിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ പോലും അത് വല്ലാതെ മോഹിപ്പിക്കുന്നതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ സംഘപരിവാറിൻ്റെ സാഹിത്യ സംഘടനയിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളുകളുടെയൊക്കെ മുഖം ഇപ്പോൾ പ്രത്യക്ഷപ്പെടുന്നതിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത് അന്നേ ജഗന്നാഥൻ പറഞ്ഞ ദില്ലീശ്വരോവ ജഗദീശ്വരോവ എന്ന ചിന്തയാണ് നമുക്കറിയാം. അപ്പോൾ ഇത്തരത്തിൽ ഏതെങ്കിലും താമ്രപത്രങ്ങൾക്ക് വേണ്ടിയല്ല സഹോദരൻ കവിത എഴുതിയത്. എന്തുകൊണ്ട് സഹോദരൻ്റെ കവിത തമസ്കരിക്കപ്പെടുന്നു എന്നുള്ളതിനെപ്പറ്റി സാനുമാഷ്ക്ക് ഉത്തരവുണ്ട്. തങ്ങളെ അസ്വസ്ഥമാക്കുന്ന കവിതകളാണ് സഹോദരൻ എഴുതിയിട്ടുള്ളത്. കൊണ്ട് തന്നെ അത്തരം തങ്ങൾക്ക് മറുപടി ഇല്ലാത്തതോ ഹിതകരമല്ലാത്തതോ ആയ അസ്വസ്ഥജനകമായ ഇത്തരം രചനകളെ അവഗണിക്കുക എന്നതാണ് ഹിന്ദു ബുദ്ധി. സനോഷ് ഉപയോഗിക്കുന്ന വാക്കാണ് ഹിന്ദു ബുദ്ധി. അപ്പോൾ തങ്ങൾക്ക് ഖണ്ഡിക്കാൻ പറ്റാത്ത ഒന്നിനെ അവഗണിച്ച് ഇല്ലാതാക്കുക എന്ന ഹിന്ദു ബുദ്ധിയുടെ ഫലമാണ് സഹോദരൻ്റെ കവിതകൾ തമസ്കരിക്കപ്പെട്ടു പോയതിൻ്റെ പിന്നിൽ, അതിൽ നിരൂപകർ അതിനെപ്പറ്റി നിശബ്ദരായതിൻ്റെ പിന്നിലുള്ളത് എന്ന് സാനുമാഷ് പറയുന്നുണ്ട്. ഇന്നിപ്പോൾ സാനുമാഷും സഹോദരനും ശരീരത്തോടുകൂടെ നമ്മുടെ ഇടയിലെല്ലെങ്കിലും അവരുടെ അക്ഷരങ്ങൾ അവശേഷിച്ചിരിക്കുന്നു. അപ്പോൾ ഈ അക്ഷരത്തിൻ്റെ വെളിച്ചത്തിൽ ഇന്നത്തെ ദില്ലീശ്വരന്മാരോട് ഇന്ന് നമ്മൾ ആർഷഭാരതത്തിൻ്റെ മഹിമയെപ്പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ ഓർക്കണം, ഒരുപക്ഷെ നമ്മൾ ഈ ഇരിക്കുന്ന ആളുകളുടെ ചിന്തയല്ല, പാരലൽ വേൾഡിൽ മറ്റൊരു ഹിന്ദു രാഷ്ട്രം വന്നു കഴിഞ്ഞു. അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന റിപ്പബ്ലിക്കിൻ്റെ ഭരണാധികാരിയല്ല, മറിച്ച് വിശാലമായ ഈ ഭാരതത്തിൻ്റെ ഹിന്ദു ഹൃദയ സാമ്രാട്ട്, ഒരുപക്ഷെ ശിവജിക്ക് ശേഷം ഒരു സാമ്രാട്ട് ഇപ്പോഴാണ് ഇത്രയും വലിയ ഭൂപ്രദേശത്തിൽ ശിവജിക്ക് പോലും പറ്റാത്ത അത്രയും വലിയ ഭൂമി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് അവരതിനെ കാണുന്നത്. അല്ലാതെ ഒരു ജനാധിപത്യ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു എന്നല്ല, മറിച്ച് ആർഷഭാരത സംസ്കാരത്തിൻ്റെ അത് എല്ലാ മഹിമയോടും കൂടെ പുനഃസ്ഥാപിക്കപ്പെട്ടു എന്ന്, അഥവാ പെടുന്ന പ്രക്രിയ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് അവർ കരുതുന്ന ഒരു ഘട്ടത്തിൽ ഫാസിസം വന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഈ ഘട്ടത്തിൽ നാം സഹോദരനെ വീണ്ടും വായിക്കേണ്ടതുണ്ട്. സഹോദരൻ്റെ ജാതിഭാരതത്തിൽ സഹോദരൻ പറയും, ഈ ആർഷഭാരത സംസ്കാരം എന്ന മഹിമയിൽ ഇന്ന് ഒരു വ്യാജ മഹിമയും മറ്റും അതിന് ചുറ്റും ഉണ്ടാക്കിക്കൊണ്ട് നടത്തുന്ന വലിയ നരേഷനുകൾക്ക് സഹോദരൻ്റെ കവിത കൃത്യമായ മറുപടി നൽകുന്നുണ്ട്. സഹോദരൻ തുടങ്ങുന്ന ഇങ്ങനെയാണ്: ആർഷത്തിൻ്റെ ചവിട്ടേറ്റ് ഞെരിഞ്ഞുള്ള ജനാവലി അസ്വതന്ത്ര ഇന്ത്യയിൽ സ്വന്തം സ്വാതന്ത്ര്യം കണ്ടുമുട്ടിന. ആർഷഭാരത സംസ്കാരത്തിൻ്റെ ചവിട്ടേറ്റ് ഞെരിഞ്ഞ ഇന്ത്യയിലെ സഹസ്രകോടി ജനങ്ങൾ ആ അസ്വതന്ത്രമായ ഇന്ത്യയിൽ സ്വന്തം സ്വാതന്ത്ര്യം കണ്ടുമുട്ടുന്ന മുഹൂർത്തമായി അംബേദ്കർ എന്ന് പറയുന്ന ഒരു മഹാനായ നേതാവിൻ്റെ ഉദയത്തെ സഹോദരൻ കാണുന്നുണ്ട്. ഇവിടെ നാം വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യ എങ്ങനെയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടത് എന്നതിനെപ്പറ്റി ദേശീയമായ ചരിത്രകാരന്മാർക്കും
നമ്മളുടെ ടെക്സ്റ്റ് ബുക്ക് ചരിത്രങ്ങൾക്കും ഒരു കാര്യം പറയാനുണ്ട്. ഞാനും നിങ്ങളും സ്കൂളിൽ ചൊല്ലിപ്പഠിച്ചത് ബ്രിട്ടീഷുകാർ, യൂറോപ്യന്മാർ ഇന്ത്യയിലേക്ക് വരുന്നു, ഗാമ വരുന്നു, പോർച്ചുഗീസുകാർ വരുന്നു, ഇംഗ്ലീഷുകാർ ഇന്ത്യ കീഴടക്കുന്നു, നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു. അപ്പോൾ ഇംഗ്ലീഷുകാർ വരുന്നതിന് മുമ്പ് നമ്മളെങ്ങനെയായിരുന്നു? നമ്മളെല്ലാവരും സ്വതന്ത്രരായിരുന്നു. അതായത് പുറമേ നിന്നുള്ള ഒരു ബാഹ്യമായ കൊളോണിയൽ ശക്തികളുടെ അധിനിവേശത്തോടെ നഷ്ടപ്പെട്ട ഒന്നായി സ്വാതന്ത്ര്യത്തെ കാണുകയും അതിനുശേഷം അവരെ ഇവിടെ പോരാട്ടത്തിലൂടെ, സമരങ്ങളിലൂടെ, സമരം എന്ന് പറഞ്ഞാൽ പട്ടിണികിടക്കലാണല്ലോ, സമരങ്ങളിലൂടെ, പോരാട്ടങ്ങളിലൂടെ അവരെ പുറത്താക്കുകയും ചെയ്ത് നഷ്ടസ്വാതന്ത്ര്യത്തെ വീണ്ടെടുക്കുകയും ചെയ്തു എന്ന നമ്മുടെ മുഖ്യധാരാ ചരിത്രത്തിൻ്റെ നരേഷനല്ല സഹോദരൻ മുന്നോട്ട് വയ്ക്കുന്നത്. സഹോദരനെ സംബന്ധിച്ചിടത്തോളം ആർഷത്തിൻ്റെ ചവിട്ടേറ്റ് ഞെരിഞ്ഞുള്ള ജനാവലിയാണ് ഈ അസ്വതന്ത്ര ഇന്ത്യയിലുള്ളവർ. ബ്രിട്ടീഷുകാരല്ല. ബ്രിട്ടീഷുകാരും അത് ബാഹ്യമായ കൊളോണിയലിസം മറ്റൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ആഭ്യന്തരമായ കൊളോണിയലിസം എന്ന് പറയുന്ന ഈ ബ്രാഹ്മണിസം, ആ ബ്രാഹ്മണിസത്തിൻ്റെ ചവിട്ടേറ്റ് ഞെരിഞ്ഞ് അസ്വതന്ത്രരായി ജനങ്ങൾ ജീവിച്ച ഇന്ത്യ. ഇവിടെ നമ്മുടെ ദേശീയതയെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെ പറ്റിയുമുള്ള കാഴ്ചപ്പാടുകളെ സഹോദരൻ പൊളിച്ചു വയ്ക്കുകയാണ്. അത്തരം വ്യാജ നിർമ്മിതികളെ സഹോദരൻ ചോദ്യം ചെയ്യുകയാണ്. കേവലം അംബേദ്കറെ പ്രകീർത്തിക്കുന്ന ഒരു കവിത എന്ന നിലയ്ക്ക് മാത്രമല്ല, ആ അംബേദ്കറെ മലയാള സാഹിത്യത്തിന് പരിചയപ്പെടുത്തുന്ന കവിത എന്ന ചരിത്ര പ്രാധാന്യം ഇതിനുണ്ട്. അംബേദ്കറോട് അന്ന് നേരിട്ട് ബന്ധം പുലർത്തിയ വ്യക്തികൾ ശ്രീനാരായണ പ്രസ്ഥാനത്തിലുണ്ടായിരുന്നു. പിന്നീട് ശ്രീനാരായണ ഗുരു ഈ ധർമ്മസംഘം രൂപീകരിക്കുന്ന സമയത്ത് അതിൻ്റെ പ്രധാനപ്പെട്ട നിർണായകമായ പങ്കുവഹിച്ച തൃശ്ശൂരിൽ നിന്നുള്ള ചാവക്കാട്ടുകാരനായ പരമേശ്വര മേനോൻ, അദ്ദേഹം അതിനു മുമ്പ് വക്കീലായിരുന്നു. അതിനു മുമ്പ് അദ്ദേഹം അവിടുത്തെ മുനിസിപ്പാലിറ്റിയിലെ അംഗമായിരുന്നു. മുനിസിപ്പൽ മെമ്പറായി ഇലക്ഷൻ മത്സരിച്ച് ജയിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹമാണ് പിന്നീട് സന്യാസം സ്വീകരിച്ച് ധർമ്മതീർത്ഥയാകുന്നത്. ആ ധർമ്മതീർത്ഥയാണ് ധർമ്മം എന്ന് പറയുന്ന മാഗസീനൊക്കെ ശിവഗിരിയിൽ നിന്ന് പ്രസിദ്ധം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എഡിറ്റോറിയൽ ചുമതലയൊക്കെ വഹിച്ചിരുന്ന ആളാണ്. അദ്ദേഹമാണ് ഈ ധർമ്മസംഘം ട്രസ്റ്റ് ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിരുന്ന സ്വാമി ധർമ്മതീർത്ഥം. ബോധാനന്ദ സ്വാമികൾക്കൊപ്പം തൃശ്ശൂരിൽ നിന്ന് ശ്രീനാരായണ പ്രസ്ഥാനത്തിൽ വന്ന വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാരിലൊരാളാണ്. ആ ധർമ്മതീർത്ഥ സ്വാമികൾ പിന്നീട് ക്രിസ്തുമതം സ്വീകരിക്കുകയുണ്ടായി. ഇന്നിപ്പോൾ ധർമ്മതീർത്ഥരുടെ സമാധി, സന്യാസിമാർ മരിച്ച അങ്ങനെയാണല്ലോ പറയുക, സമാധി എവിടെയാണെന്ന് അന്വേഷിച്ച് പോയാൽ അത് പാളയത്തെ CSI ചർച്ചിൻ്റെ അകത്താണ്, ചർച്ചിൻ്റെ സെമിത്തേരിയിലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ധർമ്മതീർത്ഥ സ്വാമികൾ, സ്വാമി ധർമ്മതീർത്ഥ മഹാരാജ്, അദ്ദേഹം ഹൈന്ദവ ദുഷ്പ്രഭുത്വ ചരിത്രം എന്ന് പറയുന്ന പുസ്തകം എഴുതിയ ആളാണ്. ഈ പുസ്തകം ലാഹോറിൽ നിന്നാണ് പ്രസിദ്ധീകരിക്കുന്നത്. അംബേദ്കറെ ജാതി ഉന്മൂലനം എന്ന് പറയുന്ന പ്രസംഗം നടത്താൻ ക്ഷണിച്ച ആ തോടക് മണ്ഡൽ അവരാണ് ആ പുസ്തകത്തിൻ്റെ പ്രസാധനത്തിലൊക്കെ വലിയ പങ്കുവഹിക്കുന്നത്. അന്ന് അംബേദ്കർ അദ്ദേഹം എഴുതിയ ഹൈന്ദവ ദുഷ്പ്രഭുത്വ ചരിത്രം എന്ന് പറഞ്ഞ പുസ്തകത്തെ പ്രകീർത്തിച്ചുകൊണ്ട് അംബേദ്കർ എഴുതുന്നുണ്ട്. അങ്ങനെ ഈ ജാതി ഉന്മൂലനം ഇനി വിവർത്തനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭാഷകളിൽ പ്രധാനപ്പെട്ട ഒരു ഭാഷയായി മലയാളത്തെ സൂചിപ്പിക്കുന്നതും ഈ ഒരു റിലേഷൻ നമുക്കവിടെ കാണാം. അങ്ങനെ അംബേദ്കറുമൊക്കെ ആയിട്ട് നേരിട്ട് ബന്ധം പുലർത്തിയിരുന്ന ആളുകൾ അന്ന് ശ്രീനാരായണ പ്രസ്ഥാനത്തിലുണ്ടായിരുന്നു. പിന്നീട് അംബേദ്കറെ പറ്റി മലയാളത്തിലേക്ക് പരിചയപ്പെടുത്തുന്ന ആളായി സഹോദരൻ വരുന്നത് ഇവിടെയാണ്. സഹോദരൻ ഗാന്ധി ഒരു മഹാവൃക്ഷമായി പടർന്നു പന്തലിക്കുമ്പോഴും അന്ന് ആരും കൂടെ അധികമൊന്നും ആളുകൾ നിൽക്കാനില്ലാത്ത ദുർബലനായ ദേശീയ നേതാവ് എന്ന പട്ടം ഒരിക്കലും സ്വയം സ്വീകരിക്കാത്ത, ഞാനൊരു ദേശീയ നേതാവ് അല്ല എന്ന് പറയുന്ന അംബേദ്കറെയാണ് സഹോദരൻ പ്രതീക്ഷയോടെ കാണുന്നത്. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്: അധസ്ഥിതോദ്ധാരണം മുഖ്യ ജീവിതവ്രതമാക്കിയോൻ, ആരോടും മതിയാനേറ്റു ജയക്കൊടി പറത്തിയോൻ, അംബേദ്കർ എന്ന തന്നാമ ചതുരക്ഷരി മന്ത്രമായി ജപിക്കും നന്ദി തിങ്ങുന്ന ഹൃത്തെഴും ഭാവി ഭാരതം. ഭാവിയിലെ ഇന്ത്യ ഒരു മന്ത്രം പോലെ നന്ദിയോടെ ജപിക്കുന്ന നാമം ഗാന്ധിയുടേതാകില്ല, മറിച്ച് അംബേദ്കറിൻ്റേതായിരിക്കുമെന്ന് അന്ന് എഴുതിയിട്ടുള്ള ഒരു കവിയാണ്. അപ്പോൾ കവി എന്ന് പറഞ്ഞാൽ ക്രാന്തദർശിയാണ്, ദീർഘദർശിയാണ്. കവി ഋഷിയാണ്. ഋഷി എന്ന് പറഞ്ഞാൽ ത്രികാലജ്ഞാനിയാണെന്നാണല്ലോ വെപ്പ്. അങ്ങനെ കവികൾ ഋഷിമാരാണെങ്കിൽ, ഋഷികൾ ത്രികാലജ്ഞാനിമാരാണെങ്കിൽ ആ ജ്ഞാനിയായ കവി സഹോദരനയ്യപ്പനാണ് എന്ന് പറയേണ്ടി വരും. അന്നേ പറയുന്നുണ്ട്, ഇവിടുത്തെ അധസ്ഥിതരായ ജനകോടികൾ ഭാവിയിൽ നന്ദിയോടെ സ്മരിക്കുന്ന നാമം, ഒരു മന്ത്രം പോലെ സ്മരിക്കുന്ന നാമം, അത് അംബേദ്കറുടേതായിരിക്കുമെന്ന് ദീർഘവീക്ഷണത്തോടെ അന്ന് കണ്ടെത്തിയ ഒരു കവിയാണ് സഹോദരൻ. കാരണം
കൊളോണിയലിസ്റ്റ് ഭരണത്തെ പുറന്തള്ളാൻ വേണ്ടി നടത്തുന്ന സമരങ്ങളിലൂടെയല്ല യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം കൈവരിക്കുക. ആ സ്വാതന്ത്ര്യം കൈവരുന്നത് ഇന്ത്യക്കകത്തുള്ള ആഭ്യന്തരമായി നിലനിൽക്കുന്ന ശ്രേണീകൃതമായ അസമത്വത്തിനെതിരുള്ള പോരാട്ടത്തിലൂടെയാണ്. ഇന്ത്യയിലെ ജനകോടികൾ ഇന്ന് സ്വതന്ത്രരാണോ എന്ന് തീരുമാനിക്കുന്നത് ഈ സമരത്തിൽ നാം എത്രമാത്രം വിജയിച്ചു എന്നതിനെ ആശ്രയിച്ചാണ് എന്ന വീക്ഷണമാണ് സഹോദരൻ എന്നും പുലർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരൻ ബ്രിട്ടീഷ് പക്ഷപാതിയാണ് എന്ന് ആക്ഷേപിക്കുന്നവരുണ്ടായിരിക്കാം. സഹോദരൻ്റെ സോഷ്യലിസത്തെ റാവു ബഹദൂർ സോഷ്യലിസം എന്ന വ്യാജപ്പേരിൽ ആക്ഷേപിച്ച ആളുകൾക്കൊക്കെ ഇത്തരം ആക്ഷേപങ്ങൾ പറയാനുണ്ട്. പക്ഷെ അവരാരും തന്നെ ഈ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ജനകോടികളെ അസ്വതന്ത്രനാക്കി ചങ്ങലക്കിട്ട് നിർത്തിയ ഈ ആർഷത്തിൻ്റെ ക്രൂരതയെ കണ്ടുപോയവരല്ല എന്ന യാഥാർത്ഥ്യമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം വെളുത്ത സായിപ്പ് മാറി കറുത്ത സായിപ്പ് ഭരണമേറ്റെടുത്താൽ തീരുന്ന ഒരു പ്രശ്നമായിരുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. സഹോദരൻ അങ്ങനെ ആയിരുന്നില്ല. ഇപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സമയത്ത് ഗാന്ധി വരുന്നുണ്ട്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സമയത്ത് ഗാന്ധി വരുമ്പോൾ ആ ഗാന്ധി വന്നതിനും ശേഷവും എല്ലാം തന്നെ ചരിത്രപരമായി തന്നെ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് വൈക്കത്തിൽ കോൺഗ്രസ് എത്തിപ്പെടുന്നത്. ഈ സഹോദരൻ്റെ കവിതകൾ പറയുമ്പോൾ രാഷ്ട്രീയം പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. കാരണം അന്ന് കോൺഗ്രസിൻ്റെ പ്രതിസന്ധി, കോൺഗ്രസിനെ ശരിക്ക് സി കേശവൻ പിന്നീട് പറയുന്നുണ്ട്, കോൺഗ്രസിനെ കുടുക്കിട്ട് പിടിച്ചു കൊണ്ടുവരുന്ന പോലെ കോൺഗ്രസിനെ മറ്റൊരു തരത്തിൽ കുടുക്കി കൊണ്ടെത്തിക്കുകയാണ് നമ്മുടെ ടി കെ മാധവൻ ചെയ്യുന്നത്. അപ്പോൾ കോൺഗ്രസ് അറിഞ്ഞോ അറിയാതെയോ ആ സമരത്തിൻ്റെ ഭാഗമാകുന്നു. കാരണം കോൺഗ്രസ് അതിനു മുമ്പേ തന്നെ അയിത്തൊച്ചാടനം ഒരു നയമായി സ്വീകരിച്ച പാർട്ടി ആയതുകൊണ്ട് ആ കോൺഗ്രസിനെ ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് എളുപ്പമായിരുന്നു. പക്ഷേ എത്തിപ്പെടുമ്പോഴാണ് അവർ ചെന്നുവിട്ടിരിക്കുന്ന വലിയ രാഷ്ട്രീയമായൊരു പ്രതിസന്ധിയെ കോൺഗ്രസും ഗാന്ധിയും തിരിച്ചറിയുന്നത്. അതുകൊണ്ടാണ് ആ സമരത്തിൻ്റെ ഇടയിൽ ഗാന്ധി ഒരു യൂ ടേൺ എടുക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നത് ഈ ഒരു പ്രതിസന്ധിയാണ്. പ്രതിസന്ധി എന്താണ് ഞാൻ പറയാം. കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് ഇന്ത്യയിൽ നേരത്തെ ഞാൻ പറഞ്ഞു വിദേശ കൊളോണിയൽ ശക്തികളെ പുറത്താക്കി സ്വാതന്ത്ര്യം നേടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തിരുവിതാംകൂർ, കൊച്ചി തുടങ്ങിയ നാട്ടുരാജ്യങ്ങൾ ഭരിക്കുന്നത് ആരാ? ഇന്ത്യക്കാരായ രാജാക്കന്മാരാണ്. തിരുവിതാംകൂറിൽ സമരം നടക്കുന്നത് ആർക്കെതിരെയാ? സത്യത്തിൽ തിരുവിതാംകൂറിലെ രാജഭരണത്തിനെതിരെയാണ്. ആ രാജാവ് ആരാ? ആ രാജാവ് ഇന്ത്യക്കാരനാണ്. അപ്പോൾ ആരാ സമരം ചെയ്യുന്നത്? കോൺഗ്രസ് സമരം ചെയ്യുന്നത് ഇന്ത്യക്കാരനായ രാജാവ്, സ്വദേശി ഭരണത്തിന് വേണ്ടി നിലകൊള്ളുന്ന കോൺഗ്രസ് സ്വദേശിയായ ഒരു രാജാവിനെതിരെ സമരം ചെയ്യുകയല്ലേ എന്നാണ് ചോദ്യം. അപ്പോൾ കോൺഗ്രസ്സിന് സ്വദേശി രാജഭരണം അതൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നാട്ടുരാജ്യങ്ങളിലെ പ്രശ്നങ്ങളൊന്നും അങ്ങനെ ഞങ്ങൾ നേരിട്ട് ഇടപെടില്ല എന്നുള്ള നയമൊക്കെ തന്നെ കോൺഗ്രസ് സ്വീകരിക്കുന്നുണ്ട്. കാരണം നാട്ടുരാജ്യങ്ങളിൽ ഇന്ത്യക്കാരാണ് ഭരിക്കുന്നത്. അപ്പോൾ ഇന്ത്യക്കാർ ഭരിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ നയം. ആ നിലയ്ക്ക് ബ്രിട്ടീഷുകാരെ എതിർക്കുന്ന കോൺഗ്രസ് വെറുതെ രാജാവിനെ എതിർത്ത്, ഒരു ഇന്ത്യൻ രാജാവിനെ എതിർത്ത് അതിൻ്റെ ഊർജ്ജം പാഴാക്കുന്നത് ശരിയല്ല, അത് അവരുടെ നയത്തിന് വിരുദ്ധമാണ് എന്ന വിശ്വാസവും കോൺഗ്രസിനകത്ത് ശക്തമായിരുന്നു. അപ്പോഴാണ് വൈക്കം സത്യാഗ്രഹത്തിലെ ജയിലിൽ പോകുന്ന ടി കെ മാധവൻ്റെ ഭാര്യ എഴുതുന്നൊരു കത്തുണ്ട്. ആ കത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ആ കത്തിൽ വളരെ ശക്തമായി അവർ ആർഗ്യൂ ചെയ്യാൻ ശ്രമിക്കുന്നത് ഞങ്ങളുടെ ഈ സമരം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്കെതിരാണ്. വൈക്കത്തെ സമരേ ബ്രിട്ടീഷുകാർക്കെതിരാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജഭരണത്തെ പിന്തുണയ്ക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷുകാരുടെ സൈനികമായ സംരക്ഷണത്തിലാണല്ലോ തിരുവിതാംകൂർ നിലനിൽക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് ഞങ്ങൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ തന്നെയാണ് എതിർക്കുന്നത് എന്ന് വ്യാഖ്യാനിച്ച് ശരിപ്പെടുത്താനുള്ള ശ്രമമൊക്കെ നമുക്കതിൽ കാണാൻ സാധിക്കും. പക്ഷേ ഈ സമയത്തും സഹോദരൻ്റെ നിൽപ്പ് എന്ന് പറയുന്നത് ഈ ബ്രാഹ്മണിസത്തിനെതിരെയാണ്. ഗാന്ധി ഇവിടെ എത്തുന്ന സമയത്ത് ഗാന്ധി സന്ദേശം എന്ന് പറയുന്ന ഒരു കവിത സഹോദരൻ എഴുതുന്നുണ്ട്. അതിന് ഗാന്ധിയെ സഹോദരൻ വിമർശിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്, അന്ന് കന്യാകുമാരിയിൽ വന്ന് ഗാന്ധി വരുന്നു. കന്യാകുമാരിയിൽ വന്ന് അവിടെ ക്ഷേത്രത്തിലേക്ക് ഗാന്ധിയെ കടത്തുന്നില്ല. ക്ഷേത്രത്തിനകത്തേക്ക് ഗാന്ധിക്ക് പ്രവേശനമില്ല. അവിടെ നിന്ന് ബ്രാഹ്മണിസത്തിന് കീഴ്പ്പെട്ടാണ് ക്ഷേത്ര ദർശനത്തിന് പുറമെ നിന്ന് ക്ഷേത്രത്തിൽ തൊഴാൻ പോകുന്നത് എന്ന വിമർശനം സഹോദരൻ ഉന്നയിക്കുന്നുണ്ട്. ആ സഹോദരൻ്റെ ആ വിമർശനം അദ്ദേഹം കവിതയിലൂടെ ശക്തമായി പറയുന്നതും കാണാം. അപ്പോൾ സഹോദരൻ ഗാന്ധി ഈ ക്ഷേത്രത്തിൽ ചെല്ലുന്ന ആ ഒരു കാര്യത്തെ, ബ്രാഹ്മണത്തിന് കീഴ്പ്പെട്ടിട്ട് അവിടെ ക്ഷേത്ര ദർശനം പുറമേ നിന്ന് നടത്തിപ്പോരുന്ന ആ കാര്യത്തിനെ വിമർശിച്ചുകൊണ്ട് പറയുന്നത്, ഭൂമി തൻ വലയത്തെ ഗർജന മാത്രം കൊണ്ട് ഭീതമായി നിർത്തിയിടും ആംഗല സിംഹത്തിനെ. ഭൂമി എന്ന് പറയുന്ന ഈ ഭൂമിയുടെ വലയം, അപ്പോൾ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം,
ആ ബ്രിട്ടീഷ് സാമ്രാജ്യമാകുന്ന സിംഹം. അപ്പോൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ സഹോദരൻ ഉപയോഗിക്കുന്നത് സിംഹത്തോടാണ്. ആ സിംഹത്തെ, ഭൂമി തൻ വലയത്തെ ഗർജന മാത്രം കൊണ്ട്, സ്വന്തം ഗർജനത്താൽ ഈ ഭൂമിയെ തന്നെ വിറപ്പിക്കുന്ന, ഭീതിപ്പെടുത്തി നിലനിർത്തുന്ന ഈ ഇംഗ്ലീഷ് സാമ്രാജ്യമാകുന്ന സിംഹത്തിനെ കൂസാതെ കുഞ്ചിരോമം പിടിച്ചു കുലുക്കിയെന്ന് ആകുലപ്പെടുത്തിയ, കൂസാതെ ആ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ തെല്ലും കൂസാതെ ആ സിംഹത്തിൻ്റെ ജടയിൽ പിടിച്ച് അതിൻ്റെ കുഞ്ചിരോമത്തിൽ പിടിച്ച് അതിനെ ഒന്ന് ആകുലപ്പെടുത്തിയ വീരനാം ഗാന്ധി കൂടി. ഗാന്ധി ഒരു വീരൻ തന്നെയാണ്. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെ, അതിൻ്റെ സാമ്രാജ്യത്വമാകുന്ന സിംഹത്തെ അതിൻ്റെ കുഞ്ചിരോമത്തിൽ പിടിച്ച് കുലുക്കിയ ധീരനായ ഈ ഗാന്ധി കൂടി നായിലും നാണം കെട്ട് വാലാട്ടി ചവിട്ടുന്ന ബ്രാഹ്മണ പാദം നക്കുന്ന ആ ഹന്ത ദയനീയം. നായിലും നാണം കെട്ട് തന്നെ ചവിട്ടുന്ന ബ്രാഹ്മണൻ്റെ പാദത്തിൽ നക്കുന്ന കാഴ്ചയാണ്, ആ ദയനീയമായ കാഴ്ചയാണ് നമ്മൾ കന്യാകുമാരിയിൽ കാണുന്നത് എന്ന് സഹോദരൻ പറയുന്നുണ്ട്. അപ്പോൾ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വിറപ്പിക്കാൻ ഗാന്ധിക്ക് ധൈര്യമുണ്ട്, പക്ഷേ ബ്രാഹ്മണനെ തൊടാൻ ധൈര്യമില്ല. ഇത് വൈക്കത്ത് നമുക്ക് കാണാം. വൈക്കത്തെ സംബന്ധിച്ചിടത്തോളം വൈക്കം വിഷയത്തിൽ ഗാന്ധി മതപരിഷ്കരണത്തെക്കുറിച്ച് വാചാലമാകുന്ന സമയത്ത് അന്ന് ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട 500ഓളം പുരോഹിതന്മാർ യോഗം ചേർന്ന് പറയുന്നുണ്ട്, മതത്തിൻ്റെ കാര്യം ഞങ്ങൾ ബ്രാഹ്മണർ തീരുമാനിച്ചോളാം, ഗാന്ധി രാഷ്ട്രീയത്തിൻ്റെ കാര്യം നോക്കിയാൽ മതി. അവിടെയാണ് ഗാന്ധി വൈക്കത്തെ പിന്നെ വലിയ ഒരു നിശബ്ദതയിലേക്ക് ഗാന്ധി വീഴുന്ന കാര്യം അവിടെയാണ്. എണ്ടന്തുരത്തിയുള്ള ചർച്ചയിലും അവിടെ ഇവർ ചിന്തിക്കുന്ന പ്രധാന കാര്യം, ഇങ്ങനെ അയിത്തമാചരിക്കാൻ ബ്രാഹ്മണരുടെ ഈ പറയുന്ന മതത്തിൽ, ഈ പറയുന്ന ഹിന്ദു മതത്തിൽ പ്രാമാണികമായ പിന്തുണയുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ പ്രാമാണികമായ പിന്തുണയുണ്ട്, അതായത് മതത്തിൽ കൃത്യമായ റെഫറൻസ് ഉണ്ട്. ആ റെഫറൻസ് വെച്ചിട്ടാണ്, ആധികാരികമായ മതത്തിൻ്റെ റെഫറൻസ് വെച്ചിട്ടാണ് ഞങ്ങൾ അയിത്തം ആചരിക്കുന്നുള്ളതാണ് ഇണ്ടംതുരുത്തി നമ്പൂതിരി പറയാൻ ശ്രമിക്കുന്ന കാര്യം. ഇണ്ടംതുരുത്തി ഇത് പറയുന്ന സമയത്ത് അദ്ദേഹം കൊടുക്കുന്ന പുസ്തകം ഈ വ്യവഹാരമല്ല, ശാങ്കര സ്മൃതിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഗാന്ധി പിന്നീട് വള്ളത്തോളിനോട് കാണുമ്പോൾ ചോദിക്കുന്നത് ഈ ടെക്സ്റ്റ് ഒറിജിനലാണോ എന്നുള്ളതാണ്. അപ്പോൾ വള്ളത്തോൾ പറയുന്ന മറുപടി അല്ല എന്നുള്ളതാണ്. ഗാന്ധി രക്ഷപ്പെട്ടു, സമാധാനമായി. അപ്പോൾ അവന് സമരത്തിന് അനുകൂലിക്കാം. അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട്, ആ ടെക്സ്റ്റ് ഒറിജിനലാണെങ്കിൽ, മതത്തിൽ അയിത്തം ആചരിക്കാൻ വിധിയുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് സതിയെ എതിർക്കുന്ന സമയത്ത് രാജാറാം മോഹൻ റോയെ പോലുള്ളവർ പറയുന്ന കാര്യം, സതിക്ക് വേദസമ്മതി ഇല്ല എന്നുള്ളതാണ്. വേദം സതി എന്ന് പറയുന്ന ഒരു ആചാരത്തെ പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവരുടെ വാദം. അതുകൊണ്ട് സതി ഹിന്ദു വിരുദ്ധവും അനാചാരവുമാണ്, അതുകൊണ്ട് ആ സതി നിരോധിക്കണം എന്ന ഒരു വാദിക്കാണ്. അപ്പോൾ അവരുടെ ചോദ്യം, അഥവാ വേദത്തിലുണ്ടെങ്കിൽ ഇവരുടെ ഒരു സംശയവും വേണ്ട, ഇവരുടെ നിലപാട് മാറുമായിരുന്നു. കാരണം വേദത്തിനപ്പുറം ഒരു പരമപ്രമാണം അവർക്കില്ല. വേദങ്ങൾ, ധർമ്മശാസ്ത്രങ്ങൾ, ഉപനിഷത്തുക്കൾ ഇതെല്ലാം മുന്നോട്ട് വയ്ക്കുന്ന ആ ടെക്സ്റ്റിൻ്റെ ആധികാരികതയിലാണ്, അതിൻ്റെ പവിത്രതയിലും ആധികാരികതയിലും വിശുദ്ധമായ ചോദ്യം ചെയ്യപ്പെടാത്ത പദവിയിലുമാണ് ഇവർ വിശ്വസിക്കുന്നത് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. സഹോദരനെ സംബന്ധിച്ചിടത്തോളം സഹോദരൻ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തെ അതിൻ്റെ അവസാന വാക്കായി കരുതിയ ആളുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സഹോദരൻ പറയുന്നുണ്ട്, സഹോദരൻ ഒരു ശാസ്ത്രീയമായ മനോവൃത്തി ഈ മനുഷ്യർക്കുണ്ടാക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തിൽ ജീവിച്ച ആളായതുകൊണ്ടാണ് സഹോദരൻ ദശക രൂപത്തിൽ സയൻസ് ദശകങ്ങൾ എഴുതുന്നത്. സയൻസ് ദശകത്തിൽ സഹോദരൻ പറയും, കോടി സൂര്യനുദിച്ചാലും ഒഴിയാത്തൊരു കൂരിരുൾ തുരന്നു സത്യം കാണിക്കും സയൻസിന് തൊഴുന്നു ഞാൻ. ഇന്നിപ്പോൾ സഹോദരൻ ഈ വേദിയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു ചോദിക്കാം, സഹോദര എന്തിനാണ് സയൻസിന് തൊഴുന്നത്? സയൻസിനെ തൊഴുക എന്ന് പറയുന്നത് പോലും ശാസ്ത്രവിരുദ്ധമായ ഒരു പ്രവൃത്തിയല്ലേ എന്ന് സഹോദരനെ നമുക്ക് ന്യായമായും വിമർശിക്കാമായിരുന്നു. അതിന് സഹോദരന് മറുപടി ഉണ്ടാവും. കാരണം ഇവിടെ ഏറ്റവും ആധികാരികമായി ആദരിക്കപ്പെടേണ്ട ഒന്നായി ദൈവം എന്ന് പറയുന്നൊരു സങ്കല്പത്തെ മാത്രം തൊഴാൻ ശീലിച്ച, അഥവാ എല്ലാത്തിനെയും ഒരു ആദരവ് തോന്നുന്ന എല്ലാത്തിനെയും ദൈവത്തിനോട് കൂട്ടിക്കെട്ടുന്ന, ഉപകരണത്തെ പോലും ദൈവമായി കാണുന്ന ബാൻസ്ലി ഒരു യുക്തിവാദി ആയതുകൊണ്ടാണ്, അതല്ലെങ്കിൽ ആ ക്യാമറ അവിടെ വെക്കുന്നതിന് മുമ്പ് അതിനെ 2 തവണ തൊട്ട് നമസ്കരിച്ചായിരിക്കും അത് വെക്കുക. ക്യാമറയെ ഒരു ഉപകരണമായിട്ടല്ല, മറിച്ച് ദൈവമായിട്ടാണ് ഇന്ത്യക്കാരൻ കാണുന്നത് എന്നുള്ള ഒരു കാര്യം നമുക്ക് അറിയാം. കഴിഞ്ഞ ദിവസം വേടൻ്റെ ഒരു ഗാനമേള നടന്ന്, അപ്പോൾ വേടൻ ഈ സ്പീക്കറിൽ ചവിട്ടി നിന്നിട്ട് കാണികളോട് സംസാരിക്കുമ്പോൾ
അതിൻ്റെ ഇടയിൽ ഈ സൗണ്ട് ഓപ്പറേറ്റർമാരുടെയും ടെക്നീഷ്യന്മാരുടെയും വലിയ വിമർശനമായിരുന്നു. കാരണം ഞങ്ങളുടെ അന്നത്തിലാണ് നീ ചവിട്ടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ബസ് ഓടിക്കുന്നവൻ്റെ അന്നം ആ ബസ്സിൻ്റെ ബ്രേക്കല്ലേ, ചവിട്ടാമോ? ഇതാണ് പ്രശ്നം. അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ ഒരു വിശ്വസിക്കുന്നുണ്ട്, ഓ ബേഡൻ ഇപ്പോൾ കേസിൽ പെട്ടെങ്കിൽ ഞങ്ങളുടെ സ്പീക്കറിൽ ചവിട്ടിയതിൻ്റെ ശിക്ഷയാണ് എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചിന്തിക്കുന്നത്. ഇതാണ് നമ്മളുടെ ഒരു മനോവൃത്തി. ഈ മനോവൃത്തിയിൽ നിന്നുകൊണ്ടാണ് സയൻസിൻ്റെ ദശകം എഴുതുന്നത്. അത് സഹോദരൻ പറയുന്ന കാര്യം, ഇരുട്ട് കൊണ്ട് കച്ചവടം നടത്തുന്ന പുരോഹിതർ കെടുത്തിയിട്ടും കേടാതാളും സയൻസിന് തൊഴുന്നു ഞാൻ. ഇരുട്ട് കൊണ്ട് കച്ചവടം നടത്തുന്ന പുരോഹിതർ കെടുത്തിയിട്ടും കെടാത്ത സയൻസ്. ഈ ഇരുട്ട് കൊണ്ട് കച്ചവടം നടത്തുന്ന പുരോഹിതരുടെ വർഗത്തിൽ ഇന്ന് ഇന്ത്യയിൽ ആരൊക്കെ പെടും? കഴിഞ്ഞ ദിവസം ISROയിൽ നിന്ന് വിരമിച്ച അതിൻ്റെ മുമ്പത്തെ ചെയർമാൻ സോമനാഥിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കാണുകയുണ്ടായി. അതിൽ അദ്ദേഹം പറയുന്നത്, ഈ റോക്കറ്റിൽ നാരങ്ങയും മുളകും കെട്ടിയിട്ട് വിടുന്ന ISROയെ പറ്റിയ ചോദ്യം. അപ്പോൾ പുള്ളി പറയുന്ന കാര്യം, അദ്ദേഹം മഹാനായിരിക്കാം, പക്ഷേ ഇന്ത്യൻ ഭരണഘടന പുള്ളിക്കറിയില്ല. പുള്ളി പറയുന്ന കാര്യം, നമ്മളുടെ ഒരു അങ്ങേറ്റം അദ്ദേഹം പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളവിടെ ആ മുളകും നാരങ്ങയും റോക്കറ്റിൽ കെട്ടിയിടാൻ അവിടുത്തെ ആളുകളെ നമ്മൾ സമ്മതിച്ചില്ല എങ്കിൽ അത് അവരുടെ ജീവിതത്തിൽ നിന്ന് ആർജിച്ച ഒന്നാണ്. അവർ ജീവിതത്തിൽ ജനിച്ച് വിശ്വസിച്ച് വന്നൊന്നാണ്. അതിനുശേഷമാണുള്ള ഒരു സയൻറ്റിസ്റ്റൊക്കെ ആവുന്നത്. അതിന് മുമ്പേ തന്നെ അവർ പ്രാക്ടീസ് ചെയ്തുവന്ന ഒരു പ്രാക്ടീസാണിത്. ഇത് നമ്മൾ ചെയ്യാൻ അവരെ അനുവദിച്ചില്ല എങ്കിൽ അവർ വേറൊരിടത്ത് ഇത് ചെയ്യും. അതല്ല എങ്കിൽ അവർ മനസ്സിലെങ്കിലും ചെയ്യും. അതുകൊണ്ട് അവരത് ചെയ്യാൻ അനുവദിക്കുന്നതാണ് പുള്ളിയുടെ യുക്തി. എങ്കിൽ ഇവിടെ ചെയ്യാൻ അനുവദിച്ചില്ലെങ്കിൽ മനസ്സിൽ ചെയ്യുമെന്ന്, അവർ മനസ്സിൽ ഈ പ്രാക്ടീസ് ചെയ്യുമെന്ന് ഇത്രയ്ക്ക് ഉറപ്പ് ചെയർമാൻ ഉണ്ടെങ്കിൽ, എങ്കിൽ നിങ്ങൾ മനസ്സിൽ ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ പോരെ? മനസ്സിൽ ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ പോരെ? റോക്കറ്റിൽ പറ്റില്ല, മനസ്സിൽ ചെയ്തോളൂ. നാട്ടുകാർ മുഴുവൻ കാണുന്നതാണ്, ലോകം മുഴുവൻ കാണുന്നതാണ്. ഇന്ത്യയെ പരിഹസിക്കുക. അതുകൊണ്ട് നിങ്ങളിത് മനസ്സിൽ ചെയ്യുമെന്ന് പറയുന്നില്ലേ? പറിച്ച് അത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരു വിശ്വാസി അവരുടെ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശ്വാസം ഒരു പൊതു ഇടത്തിൽ ഇത്തരത്തിലൊരു സർക്കാർ പരിപാടിയുമായി, അതും പ്രത്യേകിച്ച് ശാസ്ത്രവും സാങ്കേതികവിദ്യയുമായി ബന്ധപ്പെട്ട് ഒന്നിൽ പ്രാക്ടീസ് ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ലെന്ന് മാത്രമല്ല, അതവരുടെ ഒരു സാംസ്കാരികമായ ഒരവകാശമായിട്ടാണ് ഇദ്ദേഹം കാണുന്നത്. നമ്മുടെ മതനിരപേക്ഷതയെപ്പറ്റി ഭരണഘടനാപരമായി സർക്കാർ സ്ഥാപനത്തിൽ പാലിക്കേണ്ട പ്രോട്ടോക്കോളിനെ പറ്റി യാതൊരു ധാരണയും ആ മനുഷ്യനില്ല എന്ന് മാത്രമല്ല, ഇത് വെറുതെ ഒരു സൗണാദിൻ്റെ പ്രസ്ഥാനമായിട്ട് നിങ്ങൾ കാണരുത്. 19 IAS പരീക്ഷയ്ക്ക് വന്ന ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ സെക്യുലറിസം എങ്ങനെയാണ് നമ്മുടെ സാംസ്കാരിക ആഘോഷങ്ങൾക്കെതിരായി മാറുന്നത് എന്നതിനെ പറ്റി ഉപന്യാസം എഴുതാനാണ് IAS പരീക്ഷയിൽ നമ്മുടെ ഈ UPSC ചോദിച്ച ചോദ്യം എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ഇതിൻ്റെയൊക്കെ പുറകിൽ പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ഞാൻ അതിലേക്കാണ് വരുന്നത്. എന്താണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത്? ഈ നാരങ്ങയിലും ഉപ്പിലും മുളകിലും എല്ലാം റോക്കറ്റ് പോകുന്നതെന്ന് അറിയാത്തവരല്ല ഈ പറയുന്ന ISROയിലെ ഈ സാങ്കേതിക വിദഗ്ധർ, ശാസ്ത്രജ്ഞന്മാരല്ല, സാങ്കേതിക വിദഗ്ധർ. അവർക്കറിയാം തിരുപ്പതിയിൽ ഇതിൻ്റെ മിനിയേച്ചർ കൊടുക്കുന്നതുകൊണ്ടല്ല ഇത് വിജയിക്കുന്നതെന്ന്. പിന്നെ എന്തിനാണ് ഇവർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇവിടെയാണ് പൗരോഹിത്യവും ഈ പറയുന്ന പ്രത്യേക വിഭാഗത്തിൽ നിന്ന് വരുന്ന ആളുകൾക്ക് വലിയ ആധിപത്യമുള്ള ഇവിടെയാണ് ഇവരുടെ മതത്തെ ഇവർ നിലനിൽക്കുന്ന രീതിശാസ്ത്രത്താണ്. സയൻസ് എന്ന് പറയുന്നത് ഒരു അറിവിൻ്റെ കടലാണ് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ, ആ കടലിലെ വെള്ളം എത്ര ഉയർന്നാലും അതിൻ്റെ മുകളിൽ ഇവർ കൊണ്ടുവയ്ക്കുന്ന വായു നിറച്ച ബലൂണാണ് ബ്രാഹ്മണിസം. അപ്പോൾ നിങ്ങൾ നാളെ സയൻസിൻ്റെ വളർച്ചയില്ല, ഇവർ എത്ര സയൻസ് വളർന്നാലും ഇവരുടെ ബലൂൺ തന്നെ മുകളിൽ എടുക്കുള്ളൂ. ഇത് എന്തിനു വേണ്ടി ചെയ്യുന്നു വെച്ചാൽ, ഇതൊരു പൊളിറ്റിക്കൽ ആക്റ്റാണ്, ഇതൊരു രാഷ്ട്രീയമായ പ്രവൃത്തിയാണ്. എന്താണ് എന്ന് കരുതിയാൽ, ഈ ശാസ്ത്രത്തിൻ്റെ യുഗത്തിൽ എൻ്റെ പൂർവികന്മാർ കണ്ടെത്തിയ ഞങ്ങളുടെ പരമ്പരാഗത ദൈവവിജ്ഞാനം, ഈ വിജ്ഞാനം കാലഹരണപ്പെട്ടു എന്ന് സമൂഹം കരുതാനിടയുണ്ട്. അവരോട് എത്രമാത്രം ഈ സാങ്കേതികവും ശാസ്ത്രവും മുന്നോട്ട് പോയാലും ഇനി നിങ്ങൾ കണ്ടെത്തിയതും കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നതും കണ്ടെത്താനിരിക്കുന്നതുമായ എല്ലാത്തരം വിജ്ഞാനത്തെക്കാളും മഹത്തരവും പവിത്രവും അതിനേക്കാളെല്ലാം ഒരു പടി മുകളിൽ നിൽക്കുന്നതുമാണ് ഞങ്ങളുടെ പൂർവികർ ഞങ്ങൾക്ക് തന്ന ഈ പറയുന്ന ദൈവിക വിജ്ഞാനം എന്ന് സ്ഥാപിക്കുകയും അത് നമ്മളെ സദാ ബോധ്യപ്പെടുത്തുകയും ചെയ്യാനുള്ള മനഃശാസ്ത്രപരമായ ഒരു പ്രവൃത്തി, ഒരു രാഷ്ട്രീയ പ്രവൃത്തിയാണ്. നമ്മൾ കണ്ടെത്തിയതോ കണ്ടെത്താനിരിക്കുന്നതുമല്ല എല്ലാ ശാസ്ത്രവിജ്ഞാനത്തിൻ്റെയും മുകളിൽ ബ്രാഹ്മണിസത്തിൻ്റെ സീല് പഠിപ്പിക്കുന്ന പരിപാടിയാണ് ഇവർ ചെയ്യുന്ന കാര്യം. ഇതിനാണ്
നമ്മളുടെ ആളുകൾ ഈ എല്ലാ തരത്തിലുള്ള പിന്തുണയും ഈ ഭരണകൂടം ഇത്രയും കാലം മാറി മാറി മരിച്ച എല്ലാ ഇന്ത്യൻ ഭരണകൂടവും കാണിച്ചു. അല്ല, ഏറ്റവും പരിഹാസ്യമായൊരു കാര്യം, ഫ്രാൻസിൽ നിന്ന് റാഫേൽ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോഴും അതിൻ്റെ അടിയിലും വെച്ചൊരു നാരങ്ങ. എന്തിനാണ് സായിപ്പിൻ്റെ വണ്ടിക്ക് നാരങ്ങ വെച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ബാക്കിയൊക്കെ ഇവിടെ ഉണ്ടാക്കുന്ന മിസൈലിന് ഇവരെന്തോ ചെയ്യട്ടെ, അതിൽ ഇവരുടെ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. പൈസ കൊടുത്ത് വാങ്ങിച്ച് ഫ്രാൻസിൽ നിന്ന് കൊണ്ടുവന്ന റാഫേൽ അത് വീണൊന്നും വീണില്ല എന്നും പറയുന്നുണ്ട്. വീണോ വീണില്ല എന്ന് ചോദിച്ചാൽ പോലും UAPA ചുമത്തുന്ന കാലമായതുകൊണ്ട് ഞാൻ തൽക്കാലം ചോദിക്കുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മളുടെ കാലം. അപ്പോൾ ഇത്തരത്തിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന കാര്യം, അതായത് സ്വബുദ്ധി വൈഭവത്തെ താൻ ഉണർത്തി നരജാതയെ സ്വാതന്ത്ര്യോത്കൃഷ്ടരാക്കുന്ന സയൻസിൻ തൊഴുന്നു ഞാൻ. ഈ സ്വാതന്ത്ര്യം മതവും മതാത്മകമായ ചിന്തകളിൽ നിന്നും സ്വബുദ്ധി കൊണ്ട് ഉണർന്ന് നരവംശത്തെ തന്നെ സ്വതന്ത്രമാക്കുന്ന സയൻസിനെയാണ് സഹോദരൻ കാണുന്നത്. സയൻസാൽ ദീപ്തമീ ലോകം, സയൻസാൽ അഭിവൃദ്ധികൾ, സയൻസ് അന്യേ തമസ്സെല്ലാം, സയൻസിന് തൊഴുന്നു ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് സഹോദരൻ തൻ്റെ കവിത അവസാനിപ്പിക്കുന്നത്. സഹോദരൻ റാണിക്കും രാജാവിനൊക്കെ സന്ദേശം എഴുതും, അതും കവിതയിലാണ്. ഭയങ്കര പുകഴ്ത്തലൊക്കെ ആയിരിക്കും. ഒരുപക്ഷെ അവരുടെ പിറന്നാളിനോ അവരുടെ എന്തെങ്കിലും ആഘോഷങ്ങൾക്കൊക്കെ ആയിരിക്കും കവിത എഴുതുക. നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും ഇവരുടെ ഇങ്ങനെ പുകഴ്ത്തുന്ന ഒരു കവിതയാണെന്ന്. പക്ഷേ പറയുന്നതെല്ലാം കൃത്യമായ രാഷ്ട്രീയമായിരിക്കും. നാട്ടിൻ സമൃദ്ധികൾ സ്വന്തം വിയർപ്പിങ്കൽ നട്ടുവളർത്തും ബഹുജനങ്ങൾ എന്ന് പറഞ്ഞ ബഹുജൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റിൽ അദ്ദേഹം പറയുകയാണ്, ഈ നാടിൻ്റെ സമൃദ്ധികളെല്ലാം സ്വന്തം വിയർപ്പിങ്കലാണ് നട്ടുവളർത്തുന്നത്. അത് ബഹുജനങ്ങളാണ് നട്ടുവളർത്തുന്നത്. അതെന്താണ്? ചെറ്റക്കുടിലുകൾ ഉന്മാനുടുപ്പാനും കിട്ടാതെ ഗിന്നർ വലഞ്ഞിടുന്നു. ഈ വർഗരാഷ്ട്രീയം എന്നൊക്കെ പറയുന്നത് സഹോദരൻ്റെ കവിതകളിൽ സഹോദരൻ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ സ്വത്വവാദി മുദ്ര കുത്തപ്പെട്ട് മരിച്ചു പോയേനെ. പക്ഷേ ഈ വർഗരാഷ്ട്രീയം കേരളത്തെ ബോധ്യപ്പെടുത്തിയത്, പറഞ്ഞു കൊടുത്തതിൽ സഹോദരനുള്ള പങ്ക് വളരെ വലുതാണ്. ഒരിക്കൽ ശിവഗിരി പ്രസംഗത്തിൽ EMS തന്നെ പറയുന്നുണ്ട്, ഞങ്ങളെ മാർക്സിസ്റ്റെ പറ്റി, കമ്മ്യൂണിസ്റ്റെ പറ്റി ആദ്യമായി ഞങ്ങൾ കാണുന്നത് ആ കറുത്ത കണ്ണട വെച്ചിരിക്കുന്ന മനുഷ്യൻ പറഞ്ഞു കേട്ടിട്ടാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സഹോദരൻ പറയും, നാടിൻ്റെ സമൃദ്ധികൾ അതെങ്ങനെ ഉണ്ടായതാണ്? അത് ഏതെങ്കിലും ഒരു രാജാവിൻ്റെ മഹത്വമല്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു പേപ്പർ കേട്ടു, അതിൽ കൊച്ചിയിൽ പാർവതിയെ പറ്റി അവരെ പറ്റി പറയുന്ന സമയത്ത് ഈ തൃശ്ശൂർ റൗണ്ട് പണിതതിൻ്റെ, കോൺക്രീറ്റ് റോഡ് ഉണ്ടാക്കിയതിൻ്റെ എല്ലാ തരത്തിലുള്ള അതിൻ്റെ എൻജിനീയറിംഗ് വൈദഗ്ധ്യത്തിൻ്റെയും സൃഷ്ടികർത്തൃത്വം പാർവതി നെയ്യാരമ്മയ്ക്കാണ് കൊടുക്കുന്നത്. അത് പണിത എൻജിനീയറില്ല, ബ്രിട്ടീഷുകാർ പണിതാണ്. അത് 50 വർഷത്തെ ഗ്യാരണ്ടി വെച്ച് ഇത് 50 വർഷത്തേക്ക് ഇതിനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് ഗ്യാരണ്ടി കൊടുത്തവർ പണിതതിനും അതിൻ്റെ ക്രെഡിറ്റ് ഈ പറയുന്ന ആൾക്കാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളൊരു കൗതുകമുണ്ട്. അപ്പോൾ അങ്ങനെയല്ല, മറിച്ച് പിന്നീട് നമ്മൾ സബാൾട്ടൻ എന്നൊക്കെ പറയുന്ന ഒരു ചിന്ത, അത് സഹോദരൻ നമുക്ക് കാണാം. അതുപോലെ തന്നെ വർഗപരമായ ഒരു വിശകലനത്തിൻ്റെ ധൈഷണികമായ മിന്നലുള്ളി നമുക്ക് സഹോദരൻ്റെ കവിതയിൽ കാണാൻ പറ്റും. നാടിൻ്റെ സമൃദ്ധികൾ സ്വന്തം വിയർപ്പിങ്കൽ നട്ടു വളർത്തുന്നത് ബഹുജനങ്ങളാണ്. ഇവിടുത്തെ കർഷക തൊഴിലാളികൾ, ഇവിടുത്തെ ഫാക്ടറി തൊഴിലാളികൾ, ഇവിടുത്തെ തുണിമില്ലുകളിലും കളിമൺ ഫാക്ടറികളിലും കയർ ഫാക്ടറികളിലും ഒക്കെ ജോലി ചെയ്യുന്ന ആളുകൾ, അവരുടെ അധ്വാനത്തിൻ്റെ മിച്ചമൂല്യമാണ് ഇവിടുത്തെ ഈ സമൃദ്ധി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആളുകൾ ചെറ്റക്കുടിലുകളിൽ ഉണ്ണാനോ ഉടുക്കാനോ കിട്ടാതെ ഘിന്നർ വലഞ്ഞിരുന്നു. അവർ ഘിന്നരാണ്, അവർ വലഞ്ഞിടുകയാണ്. ഘോരമിടിവെട്ടി മാരി ചൊരിഞ്ഞേറ്റം കേദാരമെങ്ങും കവിഞ്ഞൊഴുകെ ഹന്ത വരമ്പിൻ്റെ അറ്റത്തങ്ങോലകൾ കൊണ്ട് പൊതിഞ്ഞുള്ള കൂടുകളിൽ ഈറൻ വെറും നിരത്തീറ്റ നടത്തുന്ന സാധു പുലയ പ്രണയനികൾ ഒന്നല്ല. അപ്പോൾ ഇങ്ങനെ ഈ അധ്വാനിക്കുന്ന ഏറ്റവും അടിത്തട്ടിലുള്ള ബഹുജനങ്ങൾ, പുലയരുടെ അവരുടെ ജീവിതാവസ്ഥയാണ് ഇവിടെ അദ്ദേഹം വിവരിക്കുന്നത്. ഇത് ഒരാളുടെ കഥയല്ല, ഒന്നല്ല, രണ്ടല്ല, അനവധി ഈ നാട്ടിലുണ്ട്, അവിടെ നിറഞ്ഞിടുന്നു എന്നാണ് റാണിയോടുള്ള ചോദ്യം. ഇങ്ങനെയുള്ള ആളുകൾ, നിങ്ങളുടെ ഈ സമൃദ്ധി ഉണ്ടാക്കി തരുന്ന ആളുകൾ ഇവിടെ ചെറ്റക്കുടിലിൽ ഉണ്ണാനും ഉടുക്കാനും ഇല്ലാതെ മഴയിൽ ചോർന്നൊലിക്കുന്ന കൂരകളിലാണ് അനേക ലക്ഷം ആളുകൾ താമസിക്കുന്നത്. നിങ്ങൾക്ക് അറിഞ്ഞിടുന്നോ എന്നാണ് റാണിയോട് ചോദിക്കുന്നത്. ഹർമ്മ്യവാതായനം കാറ്റിലടക്കായകൽ തന്നെ ജലദോഷ വ്യാധിതയാം. ഹേ രാജ്ഞി, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ വീടിൻ്റെ ജനല് വൈകുന്നേരം അടയ്ക്കാൻ മറന്നുപോയാൽ നിങ്ങൾക്ക് ജലദോഷം പിടിക്കും. രമ്യ,
ഹർമ്മ്യവാതായനം കാറ്റിലടക്കാകിൽ തന്നെ ജലദോഷവ്യാധിതയാം റാണി ഭവതിക്ക് അവരുടെ ദുഃഖങ്ങൾ ഊഹ്യങ്ങൾ. രാജജനനിയാളെ, നിങ്ങൾക്ക് ഇവരുടെ ദുഃഖങ്ങൾ ഊഹിക്കാൻ പറ്റില്ല എന്നല്ല പറയുന്നത്, നിങ്ങൾക്ക് ഇവരുടെ ദുഃഖങ്ങൾ ഊഹിച്ചറിയാൻ പറ്റും. എന്താ കാരണം? ഒരു ജനലടയ്ക്കാതിരുന്നാൽ അതിലൂടെയുള്ള കാറ്റ് രാത്രി മുഴുവൻ ഏറ്റു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജലദോഷം പിടിക്കും. അപ്പോൾ ഇത്തരത്തിൽ കൂരകളിൽ, ചോർന്നൊലിക്കുന്ന കൂരകളിൽ താമസിക്കുന്ന ആളുകളുടെ ദുഃഖവും നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ എന്ന് രാജ്ഞിയോട് പറയുന്ന സഹോദരനെ നമുക്ക് സഹോദരൻ്റെ പാട്ടുകളിൽ കാണാം. അതുപോലെ തന്നെ സഹോദരൻ പറഞ്ഞു, ഈ ലോകത്ത് കിട്ടാത്ത സുഹൃതങ്ങളെല്ലാം തേടി നമ്മൾ ഈ പറയുന്ന തീർത്ഥാടനങ്ങളിലേക്ക് അലയുമ്പോൾ സഹോദരൻ പറയുന്നുണ്ട്, പളനിക്ക് പോകല്ലേ സഹോദരരെ, പളനിക്ക് പോകല്ലേ നിങ്ങളാരും, ഇവിടെ നിന്ന് കിട്ടാൻ സുഹൃതങ്ങൾ എന്തുമോ ഇവിടെ നിന്ന് കിട്ടുന്ന സഹോദരരെ, പളനിക്ക് നമ്മുടെ നാട്ടിനേക്കാൾ മഹിമയ്ക്ക് കാരണം എന്ത് പാർത്താൽ എന്നെല്ലാം ചോദിക്ക്. പളനിക്ക് പോകുന്നതിനെ, അന്ന് ഇവിടുന്ന് ആളുകൾ ഭിക്ഷയെടുത്ത് പളനിക്ക് പോകുന്നതിനെ എതിർക്കുന്ന ഒരു കവിതയുണ്ട്. അതുപോലെ തന്നെ കൊടുങ്ങല്ലൂരിലെ ഭരണിപ്പാട്ടിനെ എതിർക്കുന്ന കവിതയുണ്ട്. ഭരണിക്ക് പോകല്ലേ സഹോദരരെ, ഭരണിക്ക് പോകല്ലേ നിങ്ങളാരും, കനിവെറ്റ് ജീവിയെ കൊന്നിടുന്ന, മതിവിട്ട് മദ്യം കുടിച്ചിടുന്ന, തെരുപാട് ലോകം കെടുത്തിടുന്ന, നരകത്തിൻ വാതിൽ ഭരണിയോർപ്പിൻ. നരകത്തിൻ്റെ വാതിലാണ് ഭരണി എന്ന് പറയുന്നു. അത് കാരണം കനിവറ്റ് ജീവിയെ കൊന്നിടുന്നു, മതിവിട്ട് മദ്യം കുടിച്ചിടുന്ന, തെരുപാട് ലോകം കെടുത്തിടുന്ന നരകത്തിൻ വാതിൽ ഭരണിയോർത്താൽ. ഇപ്പോൾ പുതിയ കാലത്ത് ഈ ഇൻസ്റ്റഗ്രാമൊക്കെ വന്നതിന് ശേഷം പുതുതലമുറ കൂടെ ക്ഷേത്രങ്ങളിലേക്ക് പോകാൻ ഭയങ്കര ഔത്സുക്യം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കുട്ടികൾ നമ്മളെപ്പോലൊന്നുമില്ല, നമ്മളൊക്കെ ഫാമിലി പാക്കാണ്. പക്ഷേ പുതിയ തലമുറയെല്ലാം 6 പാക്കാണ്. അതുകൊണ്ട് തന്നെ അവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന 6 പാക്ക് ആരെങ്കിലും കാണിക്കാൻ ഏറ്റവും ഉചിതമായ സ്ഥലമാണ് ഈ ഷർട്ടിടാതെ പ്രവേശിക്കാൻ സാധിക്കുന്ന ക്ഷേത്രങ്ങളെന്ന് അവർ മനസ്സിലാക്കുകയും ക്ഷേത്രങ്ങളിൽ പോയി റീൽസ് എടുക്കുകയും അങ്ങനെ അത് ഒക്കെ ചെയ്യുകയും ചെയ്യുന്നു. ഈ ഹൈക്കോടതിയിലൊക്കെ ഇരിക്കുന്നവർ എത്രമാത്രം പഴഞ്ചൻ അമ്മാവന്മാരായതുകൊണ്ടായിരിക്കാം അവർക്കിത് ഇഷ്ടമല്ല. അവർ ആ ക്ഷേത്രത്തിൽ റീലിടരുത്, ഈ ക്ഷേത്രത്തിൽ റീലിടരുതെന്നൊക്കെ പറയും. പിള്ളേരത് എന്ത് ചെയ്യും? അപ്പോൾ നമ്മുടെ സന്യാസിമാരായിട്ടുള്ള ആളുകളിപ്പോൾ ഷർട്ടിട്ട് അമ്പലത്തിൽ കയറാൻ വേണ്ടി സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ചിദാനന്ദപുരി പോലും തിരിച്ചറിയുന്ന കാര്യം, യുവതലമുറയെ ക്ഷേത്രത്തിലേക്ക് ആകർഷിക്കണമെങ്കിൽ എന്താണ്, ഷർട്ട് ഊരണം എന്നുള്ള ആചാരം നിർത്തിയാലേ ഈ പിള്ളേർ വരൂ എന്നുള്ളതാണ്. സത്യത അതല്ല. നിങ്ങൾ ഷർട്ട് ഊരാതെയും ക്ഷേത്രത്തിൽ കയറാമെന്ന് പറഞ്ഞാൽ പിന്നെ അവർ പോവില്ല. കാരണം അവർ പോകുന്ന തന്നെ ഈ 6 പാക്ക് റീലെടുക്കാൻ വേണ്ടിയിട്ടുള്ള അവസ്ഥ. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഇപ്പോൾ കൊടുങ്ങല്ലൂർ ഭരണിയൊക്കെ കുറച്ച് വർഷങ്ങളായി ഇൻസ്റ്റഗ്രാം കാലത്തിൽ വളരെയധികം ആഘോഷിക്കപ്പെടുന്നുണ്ട് ഇപ്പോൾ വീണ്ടും. കാരണം ചുവന്ന പട്ട്, ചോര, കുങ്കുമം, അതിൻ്റെ ഒരു ഫോക്ക് കൾച്ചറിനെയൊക്കെ നല്ലൊരു വിഷ്വൽ ട്രീറ്റായി അതിനെ കൊണ്ടുവന്ന് അതൊക്കെ റീൽസായി വരുന്ന ധാരാളം റീൽസ് നമുക്ക് കാണാൻ സാധിക്കും ഇന്നത്തെ കാലത്ത്. അപ്പോൾ ഇതെല്ലാം പുതിയ കാലത്ത് വേറൊരു തരത്തിൽ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. യുവതലമുറയാണ് ഇതൊക്കെ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. എനിക്ക് വളരെ പരിചയമുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ മകൾക്കൊപ്പം ഈ പരിപാടിക്കൊക്കെ പോയി റീൽസൊക്കെ ഞാൻ കാണുന്നുണ്ടായി. അപ്പോൾ ഞാൻ ഓർത്തത് സി കേശവനെയാണ്. സി കേശവൻ പറയുന്ന കാര്യം, സി കേശവൻ്റെ അച്ഛൻ്റെ കൂടെ പുള്ളിക്കാരൻ ഭരണിക്ക് പോയി. വള്ളത്തിലേക്കാണ് വരുന്നത്. അവിടെ നിന്ന് കൊച്ചിയിലേക്ക് വരണമല്ലോ, ഒരു തിരുവിതാംകൂറുകാരാണ്. അവിടെ നിന്ന് വള്ളത്തിലൊക്കെ വന്ന് ഈ വള്ളത്തിലൊക്കെ ഇരുന്ന് അച്ഛനും കൂട്ടരും ഭരണിക്ക് പോകുന്ന സമയത്ത് മുഴുവൻ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടി ഈ പാട്ടെല്ലാം ഭരണിക്ക് പോയി തിരിച്ചു പോകുന്ന ആ യാത്രയിൽ തന്നെ ഈ അച്ഛനും കൂട്ടുകാരും എല്ലാവരും പാടുന്ന പാട്ടുകൾ ഈ മിടുക്കനായ വിദ്യാർത്ഥി കാണാപ്പാടമാക്കി. ആ കുട്ടിയും പാടുന്നുണ്ട്. എല്ലാവരും ആസ്വദിച്ച് പാടുകയും ഭക്തിയോടെ പാടിയിട്ടൊക്കെയാണ് പോകുന്നത്. അങ്ങനെ ഭരണി കഴിഞ്ഞ് വീട്ടിലെത്തി, വീട്ടിൽ ഉണ്ണാനിരിക്കുന്ന സമയത്ത് കുട്ടികൾ മൂളിപ്പാട്ട് പാടുമല്ലോ. അവസാനം പഠിച്ച ഹിറ്റ് പാട്ട് അച്ഛനും കൂട്ടുകാരും എല്ലാം കൈയടിച്ച് ആഘോഷിച്ച പാട്ടാണ് കുട്ടി വീട്ടിൽ പോയി പാടുന്നത്. അപ്പം കിട്ടിയ അടി. എന്തിനാണ്? പണ്ട് ഞാൻ ഈ പാട്ട് അച്ഛൻ്റെ ഒപ്പം പാടിയപ്പോൾ വളരെ എല്ലാവരും ആഘോഷിച്ചിരുന്ന ഈ ഭരണിപ്പാട്ട് വീട്ടിൽ പാടിയപ്പോൾ തല്ല് കിട്ടിയത് എന്തിനാണെന്ന് പുള്ളിക്ക് മനസ്സിലായില്ല. അപ്പോൾ അത്രയും വീട്ടിൽ പറയാൻ പറ്റാത്ത തെറിയാണ് ക്ഷേത്രത്തിൽ പറയുന്നത്. അടുത്ത് ചേർത്തലയിലെ അമ്പലത്തിലെ തെറിപ്പാട്ട് ഇപ്പോൾ ഹൈക്കോടതിയൊക്കെ ഇടപെട്ട് അവിടുത്തെ കമ്മിറ്റിക്കാർ നിർത്താമെന്ന് പറഞ്ഞിട്ടും ആചാര സംരക്ഷകർ സമ്മതിച്ചില്ല. തെറി പാടുന്ന ദേവിയെ തെറി പറയുന്ന ആചാരമാണെന്ന് അവർ പറഞ്ഞു. ഇപ്പോൾ ഒരു സെറ്റിൽമെൻ്റൊക്കെ ആയിട്ട് നിർത്തിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു കാലം ഭരണയുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്നു. സി കേശവനെ പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നത്, ശബരിമല തീർത്ഥാടനം പുഷ്ടിപ്പെട്ട് വരുന്നത് കണ്ടിട്ട് സി കേശവൻ പറയുന്നുണ്ട്, ഈ യുവാക്കളൊക്കെ എന്തിനാണ് ഇങ്ങനെ കെട്ടി പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സ്വാമിയെ അയ്യപ്പോ എന്ന് വിളിച്ച ആളുകൾ പോകുന്ന സമയത്ത് ശ്രീനാരായണ ഗുരുവും സഹോദരൻ അയ്യപ്പനും ആലുവയിൽ നിൽക്കുകയായിരുന്നു.
അപ്പോൾ സ്വാമിയെ അയ്യപ്പോ, സ്വാമിയെ അയ്യപ്പോ. അപ്പോൾ സ്വാമി പറഞ്ഞു, അയ്യപ്പൻ ഇവിടെ ഉണ്ട്, അയ്യപ്പൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അയ്യപ്പൻ പറഞ്ഞു, സ്വാമിയും ഇവിടെ ഉണ്ട്, ശ്രീനാരായണ ഗുരു തൊട്ടടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണെന്ന് കണ്ടത് ശബരിമല ക്ഷേത്രം തീ പിടിക്കുന്ന സമയത്ത് സി കേശവൻ പറഞ്ഞത് ഒരു അമ്പലം നശിച്ചാൽ അത്രയ്ക്ക് അന്ധവിശ്വാസം നശിച്ചു എന്നാണ് സി കേശവൻ പറഞ്ഞത്. പക്ഷേ പറഞ്ഞത് സ്റ്റേറ്റ് കോൺഗ്രസിന്റെ നേതാവായ സി കേശവനാണെങ്കിൽ ഇപ്പൊ കുറ്റം ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു എന്ന് പറയുന്നത്. ആരൊക്കെ EMS പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട് ചാനൽ ചർച്ചകൾ. പറഞ്ഞു സി കേശവനാണ്. അങ്ങനെ ഒരു കാലം നമുക്കുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കുറച്ചു കാലം മുമ്പ് നവോത്ഥാനത്തിൻ്റെ 2ാം വരവായി ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിധിയെ കാണുകയും അങ്ങനെ വലിയ സ്ത്രീ മുന്നേറ്റം കൂടി ഉണ്ടാകുകയും സ്ത്രീകളുടെ നവോത്ഥാന മതിലൊക്കെ കെട്ടുകയും ചെയ്തു. അന്ന് മതിൽ പണിയാൻ നമ്മളോട് പറഞ്ഞ സർക്കാർ. അപ്പോൾ എൻ്റെ സുഹൃത്താണ് ജോഷി എടച്ചേരി. അദ്ദേഹം കവിത എഴുതി, എത്ര മതിലുകൾ തകർത്തെറിഞ്ഞ കേരളം എന്ന് പറഞ്ഞ് കവിതയൊക്കെ എഴുതി. നിങ്ങൾക്ക് നോക്കിയാൽ നമ്മുടെ പുഷ്പവതിയാണ് പാടിയിട്ടുള്ളത്. നല്ല പാട്ടാണ്. എത്ര നാമ്പുകൾക്ക് വിത്തെറിഞ്ഞ കേരളം എന്ന് പറഞ്ഞ് വളരെ മനോഹരമായ പാട്ടൊക്കെ എഴുതി. നിങ്ങളിരിക്കുന്ന പലരും തന്നെ അത്തരം മതിൽ കെട്ടാനായി വളരെ ആവേശത്തോടെ മുദ്രാവാക്യം വിളിച്ചു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അന്ന് ആ മതിൽ പൊളിയും എന്ന് പറഞ്ഞ ആളുകൾക്ക് പൊളിയില്ല. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സ്ത്രീകൾ ഇറങ്ങി നിന്ന് ഈ സ്ത്രീകളുടെ തുല്യതയ്ക്കും ആർത്തവം ഒരു അശുദ്ധിയാണ് എന്ന് പറയുന്ന മതവിശ്വാസങ്ങൾക്കുമൊക്കെ എതിരായി ഞങ്ങൾ സംഘടിച്ച് ഈ തെരുവുകളെ കീഴടക്കുമെന്ന് പറയുകയും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരിടത്ത് പോലും അണമുറിയാതെ ഇവിടുത്തെ ലക്ഷോപലക്ഷം സ്ത്രീകൾ ഇവിടെ ഇറങ്ങി നിൽക്കുകയൊക്കെ ചെയ്തു. അവരാണ് കേരളത്തിൻ്റെ പ്രതിനിധികളായിട്ട് സ്ത്രീകൾ എന്നിരിക്കെ അന്ന് നമ്മളോട് മതിൽ വെട്ടാൻ പറഞ്ഞ സർക്കാർ ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്താനുള്ള ഇതിലാണ്. അയ്യപ്പ സംഗമം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് എന്ന് നമ്മൾ ഓർക്കണം. ഇതാണ് ഈ സർക്കാർ വിലാസം നവോത്ഥാനത്തിൻ്റെ പ്രശ്നം. സർക്കാർ എന്ന് പറയുന്നത് എപ്പോഴും ആഗ്രഹിക്കുന്നത് ഈ സർക്കാരിൻ്റെ തുടർച്ചകൾ മാത്രമാണ്. പണ്ട് നരസിംഹറാവു പറഞ്ഞതായി പറയുന്ന, എനിക്ക് റെഫറൻസ് ഇല്ല കേട്ടോ, പറഞ്ഞതായി പറയുന്നൊരു കാര്യമുണ്ട്. ഷബാനുബാന കേസൊക്കെ വരുന്ന സമയത്ത് മുസ്ലിങ്ങളിലെ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്ത് തന്നെ വലിയ സമ്മർദ്ദം ഉണ്ടാകും. നരസിംഹറാവു ഇങ്ങനെ പറഞ്ഞു അത്രേ, അങ്ങനെ ഞാൻ പറയുന്നത്, ഇങ്ങനെ പറഞ്ഞു അത്രേ, കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, അല്ലാതെ നവോത്ഥാന പ്രസ്ഥാനമല്ല. അപ്പോൾ മുസ്ലിങ്ങളുടെ ഇടയിൽ പരിഷ്കാരം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവർ വിചാരിക്കേണ്ട കാര്യമാണ്. നമ്മളായിട്ട് അവർക്ക് പരിഷ്കാരം കൊണ്ടു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അവരെന്താണോ നമ്മളോട് ചേർന്ന് നിൽക്കാൻ ചെയ്യേണ്ടത് അതാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം വോട്ടാണ് പ്രധാനം. അതല്ലാതെ ആ ഒരു സൊസൈറ്റിയെ പരിഷ്കരിക്കുക എന്നുള്ളതല്ല. അതിനേക്കാൾ പ്രധാനം നമ്മളുടെ ഗവൺമെൻറ് തുടരുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും അന്ന് മതിൽ കെട്ടാൻ പറയുന്നവർ മതിൽ കെട്ടാൻ പറഞ്ഞതിൻ്റെ ലക്ഷ്യം നവോത്ഥാനമായിരുന്നെങ്കിൽ ഇന്ന് എന്തിനാണ് അയ്യപ്പ സംഗമം നടത്തുന്ന ചോദ്യമുണ്ട്. അയ്യപ്പ സംഗമം നമുക്ക് നടത്താൻ പറ്റുമോ? ആദ്യം വന്ന് സർക്കാർ നടത്തുന്നതാണ്. അങ്ങനെയാണെങ്കിൽ സർക്കാരിനെ എല്ലാ നിലയ്ക്കും പിന്തുണയ്ക്കുന്ന ആളുകൾ തന്നെയാണ് നമ്മളെങ്കിലും ഇത് ഉറക്കെ പറയേണ്ടതുണ്ട്. കാരണം ഇന്ത്യൻ ഭരണഘടന തന്നെ പറയുന്നുണ്ട്, നമ്മുടെ ആർട്ടിക്കിൾ 27 കൃത്യമായി പറയുന്നുണ്ട്, നമ്മൾ ഏതെങ്കിലും മതവിശ്വാസത്തെ പ്രൊമോട്ട് ചെയ്യാൻ പാടുള്ളതല്ല. അതിനുവേണ്ടി ടാക്സ് പേയറുടെ പണം ഉപയോഗിക്കരുത്. ഇത് വളരെ ക്ലിയറായി ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഈ സംഘപരിവാർ ഗവൺമെൻറ്റിനോടുള്ള നമ്മളുടെ ഏറ്റവും വലിയ വിമർശനങ്ങളിലൊന്ന് അമൃത് പദ്ധതി എന്ന പേരിൽ, പ്രസാദ് പദ്ധതി എന്ന പേരിൽ, കുംഭമേളയുടെ പേരിലും ഒക്കെ തന്നെ നമ്മളുടെ പൊതുഖജനാവിൽ ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ളവർ ഒരു ചായ കുടിക്കുമ്പോൾ പോലും കൊടുക്കുന്ന GST, അതിൻ്റെ പണം ഉപയോഗിച്ച് ഒരു പ്രത്യേക മതത്തിൻ്റെ പരിപോഷണത്തിന് വേണ്ടി എത്ര കോടി രൂപയാണ് ചെലവാക്കിയിട്ടുള്ളതെന്നുള്ളത് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യേണ്ട. മറ്റേ മോദിയെ പിന്തുണയ്ക്കുന്ന മസ്കിൻ്റെ AI-യോടൊന്ന് ചോദിച്ചാൽ മതി, പുള്ളിക്കാരൻ പറഞ്ഞു തരും. അത്രയ്ക്ക് അധികം കൊടുത്തിട്ടുണ്ട്. ഈ പ്രസാദ് പദ്ധതിയിൽ 46ഓളം പദ്ധതികൾ വന്നതിൽ ആകെ 3-4 പദ്ധതികളാണ് മുസ്ലിം മതവിഭാഗവുമായി ബന്ധപ്പെട്ടുള്ളത്. ബാക്കിയെല്ലാം തന്നെ ഒരു പ്രത്യേക മതത്തിൻ്റെ പരിപോഷണമാണ്. കേരളത്തിലേക്ക് വന്നാൽ ദേവസ്വം ബോർഡുകൾ ഒരു സ്വതന്ത്ര സ്ഥാപനങ്ങളാണ്. സർക്കാരിൻ്റെ പരിമിതമായ നിയന്ത്രണം മാത്രമേ ഉള്ളൂ. ദേവസ്വം ബോർഡിന് കിട്ടുന്ന വരുമാനം ദേവസ്വത്തിന് ആ മതത്തിൻ്റെയോ വിശ്വാസ സ്ഥാപനങ്ങളുടെയോ പരിപോഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് നമ്മളെതിരല്ല. ദേവസ്വം ബോർഡ് ഇപ്പോൾ ശബരിമല വികസനത്തിന് വേണ്ടി ആളുകളിൽ നിന്ന് സംഭാവന സ്വീകരിക്കാൻ പരിപാടി നടത്തുന്നതിനെതിരല്ല. പക്ഷേ ഇതൊരു സർക്കാർ പരിപാടിയാണെങ്കിൽ നമുക്കതിൽ എതിർപ്പുണ്ട്. കാരണം കേരളത്തിലെ ടാക്സ് കൊടുക്കുന്ന എല്ലാ മതത്തിലും എല്ലാ ജാതിയിലും പെട്ട ആളുകളുടെ എത്രയോ തുകയാണ് സംഘപരിവാർ പ്രചരിപ്പിക്കുന്നത്. അവിടെ വീഴുന്ന പൈസ മുഴുവൻ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന? സർക്കാർ എടുത്തിട്ട് പോകുന്ന. സത്യം എന്താണ്? 100 കോടിയിലധികം രൂപയാണ് ഓരോ വർഷവും ഇവർ അങ്ങോട്ട് കൊടുക്കുന്നുള്ളതാണ്.
സർക്കാർ പണമെടുത്താണ് ദേവസ്വം ബോർഡുകളെ തീറ്റിപ്പോയിട്ടുന്നത്. മലബാർ ദേവസ്വം ബോർഡ് പോലെ പൈസ ഇല്ലാത്ത ദേവസ്വം ബോർഡുകളിലെ ശാന്തിക്കാർക്ക് ശമ്പളം കൊടുക്കുന്ന പോലും കേരളത്തിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും എല്ലാവരും കൊടുക്കുന്ന നികുതി എടുത്തിട്ടാണെന്ന് ഓർക്കണം. അതുകൂടാതെയാണ് ഇപ്പോൾ അയ്യപ്പ ഭക്ത സംഘം. അതുകൊണ്ട് സർക്കാരുകളെ വിശ്വസിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത്, അത് ഏത് സർക്കാരാണെങ്കിലും സർക്കാരുകൾ നവോത്ഥാനം നടത്തി നമുക്ക് നവോത്ഥാനം കൊണ്ടുതരും എന്ന് വിശ്വസിക്കാൻ പറ്റില്ല. അതിനുള്ള ഒരു ഉദാഹരണമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ അയ്യപ്പ ഭക്ത സംഘം, ഈ വനിതാ മതിലിൽ നിന്ന് അയ്യപ്പ ഭക്ത സംഗമത്തിലേക്കുള്ള, ലോക അയ്യപ്പ ഭക്ത സംഗമത്തിലേക്കുള്ള ഈ യാത്ര അതാണ് നമ്മൾ തെളിയിക്കുന്നത്. മേലാൽ ഈ അബദ്ധം പറ്റരുത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്താണ് സഹോദരൻ്റെ ഭരണിപ്പാട്ടും പളനിപ്പാട്ടും ഒക്കെ വളരെ പ്രധാനമാകുന്നത്. ഇതിനെ സംബന്ധിച്ച് DMK ക്ഷണിക്കുന്നതുമായി ബന്ധപ്പെട്ടും അതിന് മറ്റൊരു പൊളിറ്റിക്സ് ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോർത്ത് ഇന്ത്യൻ ബേസ്ഡ് ഹിന്ദു തീർത്ഥാടനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ദ്രവീഡിയൻ രാജാവുമായി ബന്ധപ്പെട്ട ഒരു ദ്രവീഡിയൻ മിത്തിലേക്ക് ഉള്ള ഒരു തീർത്ഥാടനത്തിന് കുറച്ചുകൂടെ തമിഴ് രാഷ്ട്രീയത്തിന് സമ്മതമാണ് എന്ന് ശബരിമല തീർത്ഥാടനത്തെ പറ്റിയും അതിലെ തമിഴ് റിലേഷനെ പറ്റിയൊക്കെ പഠിച്ച സ്കോളേഴ്സിൻ്റെ പഠനങ്ങളുണ്ട്. ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല, അതിൻ്റെ വിഷയമല്ല. സഹോദരൻ ഭാവി എന്ന കവിതയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഈ ഭൂതകാലത്തിനെ മഹത്വത്തിൽ എല്ലാ തരത്തിലുള്ള മഹിമയും അറിവും എല്ലാം ഭൂതകാലത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന വായനകളാണ് ഇന്നിപ്പോൾ നടക്കുന്നത്. ഈ IKS മിഷൻ എന്നൊക്കെ പേരിൽ ഇപ്പോൾ സർവകലാശാലകളിൽ പോലും കുത്തിക്കയറ്റുന്ന സിലബസിലേക്ക് വരുന്ന ഇന്ത്യൻ നോളജ് സിസ്റ്റം, അതിനെ നമ്മുടെ സർവകലാശാലകൾ പ്രോത്സാഹിപ്പിക്കുക എന്ന പേരിൽ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി അതാണ്. അപ്പോൾ അതിനവർ പറയുന്ന വലിയ ന്യായം എന്ന് പറയുന്നത് ഈ ഡീകോളനൈസേഷനാണ്. അപ്പോൾ എന്താണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ അപകോളനീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അപകോളനീകരണം എന്നുകൊണ്ട് അവരർത്ഥമാക്കുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്തോ കൊളോണിയൽ ശക്തികളുടെ ഭരണകാലത്തോ ഇന്ത്യയിലേക്ക് കടന്നു വന്ന അധിനിവേശത്തിൻ്റെതായ അംശങ്ങൾ ഇല്ലാതാക്കുക എന്ന് പറയുന്ന ഉദ്ദേശത്തിൻ്റെ മറവിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും ജന്മന ബ്രിട്ടീഷ് വിരുദ്ധരായതുകൊണ്ട് നമ്മളെല്ലാവരും ദേശീയ ബോധം ബ്രിട്ടീഷ് വിരുദ്ധതയിൽ ഉണ്ടായതാണ് ഒരു ഇന്ത്യൻ ദേശീയത എന്നുള്ളതുകൊണ്ട് നമുക്കത് സ്വീകാര്യമാകാൻ സാധ്യതയുണ്ട് എന്ന അറിവിനെ അവർ ചൂഷണം ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഡീകോളനൈസേഷൻ എന്ന പേരിൽ അവർ നടത്തുന്ന കാര്യം ഇതിനെ ഇവിടേക്ക് ബ്രാഹ്മണിസത്തെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ അപകോളനീകരണം എന്ന് പറഞ്ഞ് ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ബ്രാഹ്മണിസത്തിൻ്റെ ഭൂതകാല മഹിമയെ വർത്തമാനകാല ശാസ്ത്ര നേട്ടങ്ങളുമായി ബന്ധിപ്പിച്ച് അതിലേക്ക് കൊണ്ടുവന്ന് അതിൻ്റെ ലെഗസി ഉറപ്പിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടി നടത്തുന്ന പ്രക്രിയകളാണ് ഈ IKS മിഷനൊക്കെ വഴി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഓരോ ദിവസവും സർവകലാശാലകളിൽ നിന്ന് വരുന്ന സിലബസ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ. സമയക്കുറവുകൊണ്ട് ഞാനതിലേക്ക് പോകുന്നില്ല. സഹോദരൻ ഈ ഭൂതകാല മഹത്വത്തെ ഇങ്ങനെ വാഴ്ത്തുന്നതിനെതിരെ സഹോദരൻ പറയുന്നുണ്ട്, ഭൂതകാല മഹത്വത്തെ മഹത്വപരകാഷ്ഠയായി ആരാധിക്കും ഇവർക്കില്ല ഭൂതാധിക പുരോഗതി. നമ്മൾ ഭൂതകാലത്തിൻ്റെ മഹത്വത്തിൻ്റെ പരമകാഷ്ഠയായി കാണുകയാണെങ്കിൽ ആ സൊസൈറ്റിക്ക് പഴയ കാലത്തേക്കാൾ ഒരിക്കലും പുരോഗതി ഉണ്ടാവില്ല. ഭൂതോത്കൃഷ്ടം ചവിട്ടാക്കി ഉത്കൃഷ്ട തരഭാവിയെ പിടിച്ചേറുന്ന നിയതം ഭാവി വിശ്വാസശാലികൾ നവ്യവിജ്ഞാനശാഖിനികൾ തേടിയെത്തുന്നവർ അവർക്കാണ് മൂല്യത്തിൻ്റെ അഭിവൃദ്ധി ഉണ്ടാകുക എന്ന് പറയുന്നു. ശാസ്ത്രവും കലയും പണ്ടേ പൂർണ്ണമെന്ന് ചടിപ്പവർ നരലോകാഭിവൃദ്ധിക്ക് തടസ്സം ചെയ്തിടുന്നവർ. ശാസ്ത്രവും കലയുമെല്ലാം മുമ്പേ തന്നെ പൂർണ്ണമാണെന്നും ശാസ്ത്രത്തിലോ കലയിലോ ഇനി ഒരു മാറ്റവും പാടില്ല എന്നും പറയുന്നവർ സത്യത്തിൽ എന്താണ് നരവംശത്തിൻ്റെ അഭിവൃദ്ധിക്ക് തടസ്സം നിൽക്കുന്നവരാണ് എന്ന് സഹോദരൻ സംശയലേശമന്യെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഓണക്കാലമാണ്, അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. മാവേലി നാണു വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും ഒട്ടില്ലതാനും കള്ളവുമില്ല ചതിവുമില്ല എള്ളോളമില്ല പൊളിവചനം എന്ന ഓണപ്പാട്ട് അറിയാത്ത മലയാളികളുണ്ടാകില്ല. അതിന് സഹോദരൻ്റേതായ തുടർച്ചയുണ്ട്. ഈ ബലീമത്തിനെ ബ്രാഹ്മണസത്തിനെതിരായി തിരിച്ചു വയ്ക്കുന്ന ഒരു രാഷ്ട്രീയത്തിന്
ഫുലയുടെ കാലം മുതലേ ഒരു തുടർച്ചയുണ്ട്. ഫുലെ ബലിമിത്തിനെ മറ്റൊരു തരത്തിൽ വായിച്ചിട്ടുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ആ ഒരു പൊളിറ്റിക്സാണ് സഹോദരൻ്റെ ഈ ഓണപ്പാട്ട് എന്ന കവിതയിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇത്രയും വരെ നമുക്ക് എല്ലാവർക്കും അറിയാം, കള്ളവുമില്ല ചതിവുമില്ല എള്ളോളമില്ല പൊളിവചനം എന്ന് പറഞ്ഞതിന് ശേഷം മാവേലിയുടെ കാലത്തെ ചാതുർവർണ്ണത്തിന് സ്വാധീനമില്ലാതിരുന്ന ഒരു കാലം എന്ന നിലയിലാണ് സഹോദരൻ അവിടെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. അദ്ദേഹം പറയുന്നത് തീണ്ടലുമില്ല തൊടിയിലുമില്ല വേണ്ടാതനങ്ങൾ മറ്റൊന്നുമില്ല, ചോറുകൾ വെച്ചുള്ള പൂജയില്ല, ജീവിയെ കൊല്ലുന്ന യാഗമില്ല. ചോറുകൾ വെച്ചുള്ള പൂജയില്ല, ജീവിയെ കൊല്ലുന്ന യാഗമില്ല. ഏത് കാലത്ത്? മഹാബലിയുടെ കാലത്ത്. ദല്ലാൾ വഴിക്ക് ഈശ സേവയില്ല, പൗരോഹിത്യമില്ല, വല്ലാത്ത ദൈവങ്ങളൊന്നുമില്ല, ഈ ദൈവങ്ങളില്ല, സാധു ധനിക വിഭാഗമില്ല, മൂലധനത്തിന് ഞെരുക്കമില്ല എന്നെല്ലാം പറഞ്ഞ് ഒരു പ്രാചീനമായ ഒരു സോഷ്യലിസ്റ്റിൻ്റെ കാലമെന്നും ദൈവമില്ലാത്ത പുരോഹിതരില്ലാത്ത കാലമെന്നുമെല്ലാം അന്ന് സഹോദരൻ അതിനെ പറയുന്നുണ്ട്. അതായത് ചാതുർവർണ്ണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തീണ്ടലും തൊടിയിലുമില്ലാത്ത, അയിത്തമില്ലാത്ത, ശ്രേണീകൃതമായ അസമത്വമില്ലാത്ത, ബ്രാഹ്മണർ സർവോത്കൃഷ്ടരാകാത്ത, ഈ പറയുന്ന ഭൂമിയിലെ ദേവന്മാരാണ് ബ്രാഹ്മണരെന്ന് ജനങ്ങൾ വിശ്വസിക്കാത്ത ഒരു കാലമായിരുന്നു ഈ ബലിയുടെ കാലമെന്ന് ഓണപ്പാട്ടിലൂടെ സഹോദരൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നതിന് മുമ്പ് സഹോദരൻ്റെ ഓണം, സഹോദരൻ വിഭാവനം ചെയ്യുന്ന ഓണമാണ് നിങ്ങളുടെ ഓണമെങ്കിൽ ആ ഓണം എനിക്ക് സമ്മതമാണ്. അഥവാ മറിച്ച് വാമൻ ജനിച്ച ദിവസമാണ്, വാമന ജയന്തിയാണ് ഓണമെന്ന അമിത്ഷായുടെ വിശ്വാസമാണ് നിങ്ങൾക്കെങ്കിൽ എനിക്ക് ഓണം സമ്മതമല്ല. ഓണത്തിനെ ഇത്തരത്തിലുള്ള മിത്തുകളിൽ നിന്നും മോചിപ്പിച്ച് അത് ബ്രാഹ്മണ വിരുദ്ധമായ ഒരർത്ഥത്തിലാണ് ഓണത്തെ മലയാളികൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ ആ ഓണം നമ്മുടെ യൂണിയൻ ഗവൺമെൻറ്റിന് സ്വീകാര്യമല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ വസ്തുത. ഓണത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. പട്ടം താണപ്പിള്ള ആണ് നമ്മൾ ഈ ഓണത്തിനെ എന്താക്കിയത്, ഇത്തരത്തിലൊരു ആഘോഷമാക്കിയത് എന്ന് നമുക്ക് പറയാം. അതിലേക്കൊന്നും പോകുന്നില്ല. മറിച്ച് സഹോദരൻ്റെ കവിതകളുടെ വളരെ വിശാലമായ ഒരു കവിതാ പ്രപഞ്ചത്തിൽ സഹോദരൻ തൻ്റെ കവിതയെ എന്തുകൊണ്ട് അവഗണിക്കപ്പെടുന്നു എന്ന് പറയുന്ന സഹോദരൻ്റെ കവിത അവഗണിക്കാനുള്ള കാരണമായി സാനുമാഷ് ചൂണ്ടിക്കാണിച്ച ഹിന്ദു ബുദ്ധി എന്ന വിമർശനത്തെ ഒന്നുകൂടെ ഊന്നിക്കൊണ്ട്, കാരണം മരണകാലത്ത് സാനുമാഷ് കൂടെ പോലെ ഹിന്ദുത്വനാക്കാൻ ശ്രമിച്ച ആളുകളുടെ നാടാണിത് എന്ന് നമുക്കറിയാം. തൻ്റെ ജീവിതാവസാനം വരെ ഈ പറയുന്ന ബ്രാഹ്മണസത്തിനും ഹിന്ദുത്വത്തിനും ശ്രേണീകൃതമായ അസുഖമത്വത്തിനുമെതിരെ നിലപാടെടുത്ത ഒരാളായിരുന്നു സാനുമാഷ് എന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള സാനുമാഷ് ഹിന്ദു ബുദ്ധി എന്ന് വിശേഷിപ്പിച്ച ആ ദുർബുദ്ധിയാണ് സഹോദരനെയും സഹോദരൻ്റെ കവിതകളെയും എല്ലാം നമസ്കരിക്കുന്നതിലേക്ക് നയിച്ചത്. അതിനെ തിരിച്ച് ഇങ്ങനെയൊരു ചരിത്രത്തിൽ ഇങ്ങനെയൊരു താളുണ്ട്, ഇങ്ങനെയൊരു കവിയുമുണ്ട് എന്ന് നമുക്ക് പറയേണ്ടതുണ്ട്. എന്തായാലും കേരളത്തിലെ സാഹിത്യ അക്കാദമിയുടെ ചുമരുകളിൽ കവിയായി സഹോദരൻ സ്ഥാനം പിടിക്കുന്ന ഒരു കാലം കേരളത്തിൽ അനധിവിദൂര ഭാവിയിൽ വരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ പരിപാടിക്ക് എന്നെ വിളിച്ച പാലക്കാട് യുക്തിവാദ സംഘത്തിനും അരുൺ ഡോക്ടർക്കും ദയാനന്ദേട്ടനും ബാൻശ്രീക്കും എല്ലാവർക്കും നന്ദി.